ഗ്യാസ് വീടുകളിൽ എത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകും. അപ്പൊ ബിജെപിയുടെ ഒരു നേതാവ് പറഞ്ഞു, ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഇവിടെ പൂർത്തിയാക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും കരുത്തനായ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് ഞങ്ങൾ സമ്മതിക്കും. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുടങ്ങിക്കിടന്ന ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പൂർത്തിയാക്കി ഇന്ത്യക്ക് മാതൃകയായി ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കി കാണിച്ചു കൊടുത്തു. ഇന്ന് സുഗമമായി നമുക്ക് വൈദ്യുതി ലഭിക്കുന്നതിന്റെ കാരണം എന്താ? ഒന്നാം പിണറായി സർക്കാർ അധികാരം വരുന്നതിന് മുടങ്ങിപ്പോയ കൊച്ചി ഇടമൺ പവർ ഹൈവേ മുടങ്ങിക്കിടന്നു. അതും പൂർത്തിയാക്കിയത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ. വികസന രംഗത്ത് മാത്രമല്ല, സാമൂഹ്യക്ഷേമ രംഗത്ത് എന്തായിരുന്നു അവസ്ഥ? 600 രൂപ പെൻഷൻ കൊടുത്തിരുന്നത് പോലും, 34 ലക്ഷം പേർക്ക് കൊടുത്തിരുന്നത് പോലും 18-20 മാസക്കാലം കൊടുക്കാൻ കഴിയാതെ ഭരണം അവസാനിപ്പിച്ചു പോയ ഒരു ഗവൺമെന്റിനെ കണ്ടു. ഇതിന്റെ നടുവിലാണ് ഒരു ഗവൺമെന്റ് അധികാരം ഏറ്റെടുക്കുന്നത്. ഇത് കണ്ടപ്പോൾ ജനങ്ങൾ വിചാരിച്ചു ഇനി കേരളം രക്ഷപ്പെടില്ല, മുടിഞ്ഞു, ഒരു വികസനവും നടക്കുന്നില്ല. 600 രൂപ പെൻഷൻ പോലും കൊടുക്കാൻ ഗതിയില്ലാത്ത ഒരു ഭരിക്കുന്നവര് എങ്ങനെയാണ് നമ്മുടെ നാട് രക്ഷപ്പെടുക? അവിടെ നിന്നാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരം ഏറ്റെടുക്കുന്നത്. ചെയ്തപ്പോൾ ആദ്യം ചെയ്തത് എന്താണ്? മുടങ്ങിക്കിടന്ന 18 മാസത്തെയും കുടിശ്ശിക ആദ്യം തന്നെ ഒരുമിച്ച് വീടുകളിൽ എത്തിക്കുന്ന കാഴ്ച കേരളം കണ്ടു. മുടങ്ങിക്കിടന്ന ദേശീയപാത വികസനം പൂർത്തിയാക്കിയതുപോലെ, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തിയാക്കിയതുപോലെ, കൊച്ചി ഇടമൺ പവർ ഹൈൻ പൂർത്തിയാക്കി നമുക്ക് സുഭിക്ഷമായി വിദ്യുച്ഛക്തി ലഭ്യമാക്കിയതുപോലെ, സാമൂഹ്യ സുരക്ഷാ രംഗത്ത് മുടങ്ങിക്കിടന്ന 600 രൂപ മാത്രം കൊടുത്തുകൊണ്ടിരുന്ന പെൻഷൻ, മുടക്കിയിട്ടിരുന്ന പെൻഷൻ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രമല്ല, തുടർന്ന് ഗവൺമെന്റ് നൽകിയ വാഗ്ദാനമുണ്ട്, ഞങ്ങൾ 600 1000 ഉയർത്തുമെന്ന് പറഞ്ഞ 1000 ഉയർത്തി, 34 ലക്ഷം എന്നുള്ളത് 64 ലക്ഷമാക്കി ഉയർത്തി ജനങ്ങളിലേക്ക് എത്തിച്ച പ്രതീക്ഷ നൽകുന്ന ഒരു ഭരണകൂടത്തെയാണ് കേരളത്തിലെ ജനത ഒന്നാം പിണറായി സർക്കാരിലൂടെ കണ്ടത്. എന്ന് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കണം, സമാനതകളില്ലാത്ത പ്രതികൂലമായ സാഹചര്യങ്ങൾ നേരിട്ടൊരു ഗവൺമെന്റ്. ഒന്നാം വർഷം ഓഖി, രണ്ടാം വർഷം 2 പ്രളയങ്ങൾ, രണ്ടാം വർഷവും മൂന്നാം വർഷവും, ഒന്നാം പ്രളയവും രണ്ടാം മഹാപ്രളയങ്ങൾ. കേരളമാകെ മുങ്ങി താഴ്ന്ന് തീർന്നു. കേരളമില്ല എന്ന് മറ്റ് സംസ്ഥാനങ്ങളും രാജ്യങ്ങളും വിധിയെഴുതുന്നത് നമ്മൾ കണ്ടു. ചാനലിൽ കണ്ടാൽ അങ്ങനെ തോന്നുന്നു, കേരളം മുങ്ങിപ്പോയി, ഇനി കേരളം തിരിച്ചു വരില്ല. അങ്ങനെ ഓഖിയും നിപ്പയും 2 പ്രളയങ്ങളും തുടർന്ന് ലോകമഹാമാരിയും എല്ലാം പിടിച്ചുലച്ച ഒരു കാലഘട്ടത്തിലാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ ഈ പ്രതികൂലമായ സാഹചര്യങ്ങളുടെ മുമ്പിൽ തലയ്ക്ക് കയ്യും കൊടുത്തിരുന്ന് കരയുകയല്ല ഗവൺമെന്റ് ചെയ്തത്. മറിച്ച് എല്ലാം നഷ്ടപ്പെട്ടവരെ അകറ്റിവിടുകയല്ല ഗവൺമെന്റ് ചെയ്തത്. നഷ്ടപ്പെട്ടവരെ, കണ്ണീരോടെ നിൽക്കുന്നവരെ, എല്ലാം നഷ്ടപ്പെട്ട് എവിടെ പോകണമെന്ന് നട്ടം തിരിഞ്ഞു നിന്നവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച്, മാറോട് അണച്ചു പിടിച്ച് എല്ലാം നൽകിയൊരു ഭരണകൂടമാണ് ഒന്നാം പിണറായി സർക്കാർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രളയങ്ങളിൽ നഷ്ടപ്പെട്ടവർക്ക് എല്ലാം നൽകിയില്ലേ? ഓഖിയിൽ നഷ്ടപ്പെട്ടവർക്ക് നൽകാവുന്നതെല്ലാം മടക്കി നൽകി. നിപ്പ രോഗം പടർന്നു പിടിച്ചാൽ ഒരു 10,000 പേരെയും കൊണ്ട് മാത്രമേ ലോകത്തെ ഏത് പ്രദേശങ്ങളിലും ആ നിപ്പ ഒഴിഞ്ഞു മാറുകയുള്ളൂ. എന്നാൽ കേരളം ലോകത്തിന് മാതൃകയായി. അതുപോലെ തന്നെ നമ്മുടെ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾ, സമ്പന്ന രാജ്യങ്ങളിലെ അവസ്ഥ എന്തായിരുന്നു? കോവിഡ് പടർന്നു പിടിക്കുന്നിടത്ത് 60 വയസ്സിന് മുകളിലുള്ളവരെ വെന്റിലേറ്റർ ഇല്ലാതെ, ഓക്സിജൻ ഇല്ലാതെ, ICU ഇല്ലാത്തതിന്റെ പേരിൽ നിർബന്ധ മരണത്തിലേക്ക് തള്ളിവിടുന്ന കാഴ്ചയാണ് വിദേശ രാജ്യങ്ങളിൽ, സമ്പന്ന രാഷ്ട്രങ്ങളിൽ പോലും കണ്ടത്. എന്നാൽ ഈ കൊച്ചു കേരളത്തിൽ ഓക്സിജൻ ഇല്ലാത്തതിന്റെ പേരിൽ, വെന്റിലേറ്റർ ഇല്ലാത്തതിന്റെ പേരിൽ, ICU ഇല്ലാത്തതിന്റെ പേരിൽ ഒരാൾക്ക് പോലും മരണത്തിലേക്ക് പോകേണ്ടി വന്നില്ല. ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരാൾക്ക് കോവിഡ് ഉണ്ടെന്ന് കണ്ടാൽ ആ വീട്ടുകാർ പോലും അടുക്കാൻ അറച്ചു മാറി നിൽക്കുമ്പോൾ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർ ആംബുലൻസുമായി ആ വീട്ടിലെത്തി, ആ രോഗിയെ ആംബുലൻസിൽ കയറ്റി ഏറ്റവും നല്ല ആശുപത്രിയിൽ എത്തിച്ച് മരുന്നും ഭക്ഷണവും ചികിത്സയും സൗജന്യമായി നൽകി തിരിച്ചു വീട്ടിൽ കൊണ്ടെത്തിക്കുന്ന കാഴ്ച ലോകം കണ്ടത് ഈ കേരളത്തിൽ മാത്രം. എന്ന് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ പ്രഖ്യാപിച്ച ലോക്ക്ഡൌണിലൂടെ ആളുകൾക്ക് തൊഴിലില്ലാതായി, വരുമാനമില്ലാതായി, ഭക്ഷണമില്ലാതായി. അപ്പോൾ അതും കണ്ടും കേട്ടും മിണ്ടാതിരിക്കുകയല്ല ചെയ്തത്, മറിച്ച് സാമൂഹ്യ അടുക്കളകൾ തുടങ്ങി.
ഭക്ഷണം വേണ്ടവർക്കെല്ലാം ഭക്ഷണം എത്തിച്ചു. അപ്പൊ പറഞ്ഞത് വോട്ടിന് വേണ്ടി നൽകുന്ന കിറ്റാണെന്ന് പറഞ്ഞു. മനുഷ്യർക്ക് മാത്രമാണോ ഭക്ഷണം നൽകിയത്? ആനയ്ക്കും കൊടുത്തില്ലേ ഭക്ഷണം? കുരങ്ങന്മാർക്ക് കൊടുത്തില്ലേ ഭക്ഷണം? പശുക്കൾക്ക് കൊടുത്തില്ലേ ഭക്ഷണം? അവയ്ക്ക് വോട്ടുണ്ടായിട്ടാണോ? അപ്പൊ സർവ്വ ജീവജാലങ്ങളുടെയും ജീവൻ നിലനിർത്താൻ ലോകത്താദ്യമായി പ്രവർത്തിച്ച ഒരു ഗവൺമെന്റ് സഖാവ് പിണറായി വിജയൻ നയിച്ച ഒന്നാം പിണറായി സർക്കാർ. അന്ന് കേരളത്തിലെ ജനങ്ങൾ 6 മണിയാകുമ്പോൾ 6 മണിയാകാൻ കാത്തിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാൻ. ലോകത്ത് അത്രയേറെ ജനശ്രദ്ധയെ ആകർഷിച്ച പത്രസമ്മേളനങ്ങൾ ലോക ചരിത്രത്തിൽ നടന്നിട്ടില്ല. അത്രയേറെ ജനങ്ങളെ ആകർഷിച്ച പത്രസമ്മേളനം. എന്തുകൊണ്ടാണ്? ജനങ്ങൾക്കുള്ളൊരു വിശ്വാസം. പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം പറയുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയെ കണ്ടു ശ്രീ പിണറായി വിജയനിലൂടെ കേരളം. തമിഴിലെ ചലച്ചിത്രത്തിലൊരു മെഗാ സ്റ്റാർ ഉണ്ടല്ലോ, രജനീകാന്ത്. രജനീകാന്തിന്റെ ഒരു പ്രശസ്തമായൊരു ചിത്രത്തിലെ ഒരു വാക്കുണ്ടല്ലോ, ഞാൻ ഒരു തടവ് ചൊന്നാൽ ചൊന്നതുതാൻ എന്ന് പറഞ്ഞ പോലെ. എന്താ ആയിക്കോട്ടെ, കാര്യം പിടികിട്ടിയല്ലോ ആളുകൾക്ക്. ആരിഫിന് കാര്യം പിടികിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ അവിടെ നിർത്തിയത്. അപ്പോൾ ആരിഫിന് കാര്യം അറിയാവുന്ന ഇപ്പൊ ബോധ്യമായല്ലോ. നമുക്കറിയാത്ത ഡയലോഗ് അല്ലല്ലോ, ഞാൻ മനഃപൂർവ്വം അവിടെ നിർത്തിയതാ. അപ്പോ മനസ്സിലായി ആരിഫിന് ഈ കാര്യം അറിയാമെന്ന് ബോധ്യമായല്ലോ ഇപ്പോ. അപ്പൊ അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആരിഫ് പറഞ്ഞത് സെന്റൻസ് തന്നെയാണ്. ഏതായാലും കറക്റ്റായിട്ട് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ കേരളം കണ്ടു. പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം പറയുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി. നമ്മുടെ പ്രളയ കാലഘട്ടത്തിൽ നമുക്കറിയാം, ബഹുമാനയുടെ മുഖ്യമന്ത്രി വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോകാൻ പെട്ടിയും കെട്ടി വെച്ചിരുന്ന പെട്ടി തയ്യാറാക്കി വിമാനത്തിൽ കയറാൻ പോകാനിരുന്ന ദിവസമാണ്. അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത് 1 നില 2 നില കയറി വെള്ളം കയറി ജനങ്ങൾ ഇങ്ങനെ മല്ലടിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവനല്ല പ്രധാനം, എന്റെ ജനതയുടെ ജീവനാണ് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചികിത്സ ഉപേക്ഷിച്ച് കേരളത്തിൽ നിന്ന് ആ പ്രളയ കാലഘട്ടത്തിൽ ജനങ്ങളെ ആശ്വസിപ്പിച്ചൊരു ഭരണം കണ്ടു കേരളത്തിൽ സഖാവ് പിണറായി വിജയന്റെ ഭരണകാലഘട്ടത്തിൽ. അങ്ങനെ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത എത്രയോ സംഭവ വികാസങ്ങളുടെ പരമ്പരയോടുകൂടി മുന്നോട്ട് നീങ്ങിയ ഒരു ഗവൺമെന്റ്. അതുകൊണ്ടാണ് ആ ഗവൺമെന്റിനെ എന്തെല്ലാം എതിർ പ്രചരണങ്ങൾ, ED, NIA, CBI എല്ലാം വട്ടമിട്ട് പറന്നിട്ടും കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞു, നിങ്ങൾ തന്നെ കേരളം ഭരിക്കണം വീണ്ടുമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് 91 ആയിരുന്നെങ്കിൽ കേരള ജനത വിധി എഴുതി 99 സീറ്റുകൾ നൽകി തുടർ ഭരണത്തിലേക്ക് പോകാൻ ഈ ഗവൺമെന്റിന് അവസരമൊരുക്കി. ചരിത്രത്തിൽ ആദ്യം. അപ്പോൾ വിറയലായി. ആർക്ക്? നമുക്കല്ല. ഭരണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളുകൾക്ക്. അന്ന് തുടങ്ങി ഇനി യവന്മാരെ ഭരിക്കാൻ അനുവദിക്കരുത്, എല്ലാത്തിനും തടസ്സം, എല്ലാത്തിനെയും എതിർക്കുക, എല്ലാത്തിനെയും പ്രതിഷേധിക്കുക. ഞങ്ങൾ സത്യപ്രതിജ്ഞ ദിവസം ആരെങ്കിലും സത്യപ്രതിജ്ഞ ബഹിഷ്കരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രതിപക്ഷം സത്യപ്രതിജ്ഞ പോലും ബഹിഷ്കരിച്ചു. അവിടെ തുടങ്ങിയ ബഹിഷ്കരണം ഇപ്പോ നിങ്ങളെയും ബഹിഷ്കരിച്ചിരിക്കുന്നു. നമ്മുടെ നവകേരള സദസ്സിനെ പോലും ബഹിഷ്കരിച്ചു. എല്ലാറ്റിനെയും ബഹിഷ്കരിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ബോധപൂർവമായ ശ്രമം. ഞാൻ എല്ലാ കാര്യങ്ങളിലേയും കടക്കുന്നില്ല. നിരവധിയായ കാര്യങ്ങൾ സംസാരിക്കാൻ നമ്മുടെ ലോക്കൽ സെൽ ഗവൺമെന്റിന്റെ മന്ത്രിയും കൂടി എത്തിയിട്ടുണ്ട്, ശ്രീ MP രാജേഷ്. അപ്പോൾ രണ്ടുപേരും പ്രസാദും ഒക്കെ ഇനി സംസാരിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്തുന്നതിന് മുമ്പ് ഏതായാലും സമഗ്രമായൊരു വികസനത്തിന് വേണ്ടി തുടർന്നുള്ള പ്രയാണത്തിൽ നമ്മുടെ തീരദേശ പാത യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. 623 കിലോമീറ്റർ ദൈർഘ്യമുള്ള തീരദേശ ഹൈവേ 2566 കോടി രൂപയാണ് മാറ്റിവെച്ചുകൊണ്ട് സ്ഥലമെടുപ്പ് പൂർത്തിയായി. പ്രവർത്തനങ്ങൾ പല ഘട്ടങ്ങളിലും ആരംഭിച്ചു കഴിഞ്ഞു. മലയോര ഹൈവേ 1266 കിലോമീറ്റർ ദൈർഘ്യമുള്ള മലയോര ഹൈവേ അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. തീരദേശ ജലപാത, ദേശീയ ജലപാത 70 നിയോജക മണ്ഡലം കൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത പൂർത്തിയാക്കി 2025 പൂർത്തിയാക്കുന്ന ലക്ഷ്യത്തോടെ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ രംഗത്തും പൊതുജനാരോഗ്യ രംഗത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കുന്നില്ല. അതൊക്കെ വളരെ വിശദമായി ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ടുള്ള പ്രയാണത്തെ തടയാൻ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന നെറികെട്ട പ്രവർത്തനങ്ങൾ,
സംസ്ഥാന ഗവൺമെന്റ് അർഹമായ വിഹിതം പോലും വെട്ടിക്കുറച്ചുകൊണ്ട് സാമ്പത്തികമായി ഞെരുക്കുന്ന കാഴ്ചയാണ് കേരള ജനത കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലം മാത്രം കേരള സംസ്ഥാനത്തിന് കിട്ടേണ്ട അർഹമായ വിഹിതമായ 57,603 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന്റെ വിഹിതം വെട്ടിക്കുറച്ചിരിക്കുന്നു. ഒരു സംസ്ഥാനത്തിന് 57,603 കോടി രൂപ ഒരു വർഷം വെട്ടിക്കുറച്ചാൽ കേരളം പോലൊരു സംസ്ഥാനത്ത് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അതുപോലെ തന്നെ ധനകാര്യ കമ്മീഷൻ, 10ാം ധനകാര്യ കമ്മീഷൻ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിഹിതമായ 3.8% നമ്മുടെ വിഹിതമായി ധനകാര്യ കമ്മീഷൻ പ്രഖ്യാപിച്ചതെങ്കിൽ 15ാം ധനകാര്യ കമ്മീഷനായപ്പോൾ അത് 1.92 വെട്ടിക്കുറച്ചിരിക്കുന്നു. ഇത് മാത്രമല്ലോ, ഇപ്പോ നമ്മുടെ ഗവർണറെയും കൂടെ ഇറക്കിയിരിക്കുകയാണല്ലോ. കേന്ദ്രത്തിന്റെ പ്രതിനിധിയായി ഇവിടെ വന്നിരിക്കുന്ന ഒരു ഗവർണർ, ഇതുപോലൊരു ഊച്ചാളി ഗവർണറെ കേരളം കണ്ടിട്ടില്ല, ഇന്ത്യ കണ്ടിട്ടില്ല, ലോകം കണ്ടിട്ടില്ല. അടി മേടിക്കാൻ നടക്കുകയല്ലേ ഒരു ഗവർണർ. അടിക്കട എന്നും വേണ്ട ഇറങ്ങി നടക്കണം. ഇങ്ങനൊരു ഗവർണറാണ്. ഞങ്ങളെ സംബന്ധിച്ചുള്ള മന്ത്രിമാർ ഞങ്ങൾ ഏതെങ്കിലും പരിപാടികൾക്ക് പോകുമ്പോൾ എവിടെയെങ്കിലും ചിലപ്പോൾ ചില പ്രതിഷേധങ്ങൾ ഉണ്ട് എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് പറഞ്ഞാൽ ഞങ്ങൾ ആ വഴിക്കല്ല പോകുന്നത്. ഞങ്ങളൊന്നുകിൽ പരിപാടി മാറ്റും, അല്ലെങ്കിൽ ഞങ്ങൾ ഒഴിഞ്ഞു പോകും. ഞങ്ങളൊക്കെ ഗവർണറെക്കാളും നന്നായി ഇച്ചിരി ആരോഗ്യമുള്ളവരാ, പോകാൻ അറിയാത്തവരൊന്നുമല്ല. പക്ഷേ ഈ ഗവർണർ എന്താ ചെയ്തത്? ഗവർണറുടെ പരിപാടി കോഴിക്കോട് അദ്ദേഹത്തിന് താമസം ഒരുക്കിയിരുന്നത് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ. അപ്പൊ നമ്മുടെ വിദ്യാർത്ഥി സംഘടനകൾ കേരളത്തോടുള്ള ഈ ഗവർണറുടെ സമീപനത്തിനെതിരെ പറഞ്ഞു, ഈ ഗവർണറെ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ തടയും. അപ്പൊ ഈ ഗവർണർ എന്താ ചെയ്തത്? ഗസ്റ്റ് ഹൗസിൽ താമസിക്കേണ്ട ഗവർണർ പറഞ്ഞു, എന്നാ ഞാൻ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് തന്നെ താമസിക്കും. തല്ലുകൊള്ളാൻ വേറെ വല്ലയിടത്തും പോണോ? ഇപ്പൊ എന്താ, പോണിടത്ത് വഴിനീളം കിട്ടുകയല്ലേ? അങ്ങനെ ഒരു ഗവർണർ ഉപയോഗിച്ച് ഈ സംസ്ഥാന ഗവൺമെന്റിനെ എങ്ങനെ അട്ടിമറിക്കാമെന്നുള്ള മറ്റൊരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏതെല്ലാം മാർഗങ്ങളിലൂടെ ഈ ഗവൺമെന്റ് പ്രവർത്തനങ്ങളെ അസ്ഥിരപ്പെടുത്താൻ, നമ്മെ തടുക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ചൂട്ടുപിടിക്കുന്ന നമ്മുടെ UDF-ന്റെ എംപിമാർ, ഇവരെന്തിനാണ് കേന്ദ്രത്തിലേക്ക് തെരഞ്ഞുവിട്ടത്? ഈ ആരിഫ് എംപിയും തോമസ് ചാഴികാടനും മാത്രമേ ഉത്തരവാദിത്വമുള്ളൂ കേന്ദ്രത്തിൽ പോയി കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ? ബാക്കി 18 പേരുണ്ടല്ലോ. ഈ 18 പേർ അവിടെ ചെന്ന് എന്തെങ്കിലും ഒരു അക്ഷരം കേരളത്തിന് വേണ്ടി പറഞ്ഞോ? ഇല്ല. കേന്ദ്രത്തിനെതിരെ ഒരു അക്ഷരം മിണ്ടിയോ? ഇല്ല. അവരും പറയുന്നത് എന്താ? മുടിഞ്ഞോട്ടെ കേരളം, കേരളത്തിന് സാമ്പത്തികമായി ഞെരുങ്ങട്ടെ. ഈ കേരളത്തോട് എന്തെങ്കിലും ആത്മാർത്ഥത 18 എംപിമാർക്കും ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ശബ്ദിക്കാൻ, പ്രതിഷേധിക്കാൻ, കേരളത്തിന് വേണ്ടി അവിടെ മുദ്രാവാക്യം മുഴക്കാൻ എന്തേ നമ്മുടെ ഈ ആരിഫ് എംപിയോടൊപ്പം ഈ 18 പേരും കൂടിയില്ല? അവരും ആഗ്രഹിക്കുന്നത് ആങ്ങളെ ചത്താലും വേണ്ടില്ല, നാത്തൂന്റെ കണ്ണീര് കണ്ടാൽ മതി. അങ്ങനെ കേന്ദ്രം വിഹിതം കൊടുത്തില്ലേലും വേണ്ടില്ല, കേരളം മുടിഞ്ഞാ മതി. അതാണ് നമ്മുടെ ഇവിടെയുള്ള എംപിമാരുടെ, UDF എംപിമാരുടെ നിലപാട്. അപ്പോൾ ഇതിനെതിരെയെല്ലാം നമുക്കൊരുമിച്ച് കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കരുത്ത് നിങ്ങളാണ്, ജനങ്ങളാണ്. ഈ ജനങ്ങളിൽ ആത്മവിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഏത് പ്രതിരോധ ശക്തികളെയും നേരിടാനുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ധൈര്യം നിങ്ങളാണ്. നമുക്ക് ഒരുമിച്ചുകൊണ്ട് കേരളത്തെ ചെറുക്കാൻ, കേരളത്തെ എതിർക്കാൻ, കേരളത്തിന്റെ വികസനത്തെ മുരടിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും ജനങ്ങളുടെ പിന്തുണയോടുകൂടി നമ്മൾ ഒറ്റക്കെട്ടായി കേരളം മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഈ ജനകീയ സദസ്സ്. അതിൽ നമ്മൾ ഒറ്റക്കെട്ടായി, കേരളം എന്ന് പറയുന്നൊരു വികാരം നമുക്ക് വേണ്ടേ? രാഷ്ട്രീയമൊക്കെ നമുക്കുണ്ട്, പക്ഷേ കേരളം നിലനിൽക്കണ്ടേ? ഈ സംസ്ഥാനം നിലനിൽക്കണ്ടേ? ഇതിനേക്കാളും മെച്ചപ്പെട്ട അന്തരീക്ഷങ്ങൾ ഉണ്ടാകണ്ടേ? സംസ്ഥാനത്ത് വികസന രംഗത്തും സാമൂഹ്യ രംഗത്തും ഉണ്ടാകണ്ടേ? ആരെങ്കിലും ചെറുത്താൽ, ആരെങ്കിലും തടഞ്ഞാൽ, ആരെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അതിന് നിന്നുകൊടുക്കേണ്ടവരാണോ നമ്മൾ? കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയവുമായി പൊരുത്തപ്പെടാത്തൊരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് കൊണ്ട് അങ്ങനെ കേരളത്തിൽ ഒന്നും നടക്കണ്ട എന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചാൽ അതിന് ഓശാന പാടുന്നവരല്ല കേരളത്തിലെ ജനങ്ങളെന്ന് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തുന്നതാണ് നമ്മുടെ നവകേരള സദസ്സുകൾ. ഏതായാലും ഈ സദസ്സ് കൂടി തുടങ്ങിയപ്പോൾ ഒരു ഗുണമുണ്ടായി. കേന്ദ്ര ഗവൺമെന്റ് പതുക്കെ അയഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വെട്ടിക്കുറച്ച ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ച് അവരാലോചിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ നവകേരള സദസ്സിന്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുവാൻ, ഈ നാടിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് പിന്തുണ നൽകുവാൻ, ഈ ഭൂമിയിൽ നമ്മെപ്പോലെ ഇനിയും അടുത്ത തലമുറയും ജീവിക്കണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടി നമ്മുടെ നവകേരള സൃഷ്ടിക്കായി കൈകോർക്കാൻ തയ്യാറായി വന്നവർ നിങ്ങൾ.
നമ്മുടെ സംസ്ഥാനത്തെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ, നാടിന്റെ സമഗ്രമായ വികസനവും സുസ്ഥിരമായ വികസനവും യാഥാർത്ഥ്യമാക്കാൻ, മതസൗഹാർദ്ദത്തിന് ഈറ്റില്ലമായി കേരളത്തെ നിലനിർത്താൻ. നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ ഇതര സംസ്ഥാനങ്ങളിൽ മണിപ്പൂരൊക്കെ നടക്കുന്ന കാര്യം എന്താ? സ്ത്രീകളെ പരസ്യമായി നഗ്നരായ റോട്ടിൽ കൂടെ നടത്തുമ്പോൾ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും നോക്കി ചിരിക്കുകയാണ്. ആയിരക്കണക്കിന് സ്ത്രീകളെ നഗ്നരായി റോഡിലൂടെ നടത്തി കൊന്നൊടുക്കുമ്പോൾ, ആരാധനാലയങ്ങൾ കത്തിച്ച് ചാമ്പലാക്കുമ്പോൾ ഭരണാധികാരികൾ അതിന് കുടപിടിക്കുന്ന ചിത്രമാണ് ഇതര സംസ്ഥാനങ്ങളിൽ നടക്കുന്നതെങ്കിൽ മതന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങളെ കണ്ണിലെ കൃഷ്ണപടി പോലെ കാത്തുസൂക്ഷിക്കുന്ന ഒരു ഭരണാധികാരിയുണ്ട് കേരളത്തിൽ. അദ്ദേഹം ആ പേരാണ് പിണറായി വിജയൻ. ഈ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കാൻ, ആരാധനാ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ കേരളത്തിലൊരു ഭരണകൂടമുണ്ട് എന്നുള്ള ബോധ്യം നമുക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്നു. ഇവിടെ ഒരു ശക്തി, ഒരു സംഘപരിവാർ ശക്തികൾക്കും കേരളത്തിന്റെ മതേതരത്വത്തെ തകർക്കാൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ. ആ പ്രയാണത്തിന് നിങ്ങൾ ഉണ്ടാകണം. നമ്മുടെ കേരളത്തെ മതേതര കേരളമായി നിലനിർത്താൻ, വർഗീയ ശക്തികളുടെ പിടിയിൽ വിട്ടുകൊടുക്കാതെ ഈ കേരളത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കാൻ ജാതിമത ചിന്തകൾക്ക് അതീതമായി നമുക്കൊന്ന് അണിനിരക്കേണ്ടിയിരിക്കുന്നു. വർഗീയ കലാപമില്ലാത്ത 7.5 വർഷക്കാലം, പോലീസിന്റെ വെടിവയ്പിൽ ഒരാൾ പോലും ജീവൻ വെടിയാത്ത 7.5 വർഷക്കാലം ഇന്ത്യയിൽ കണ്ടൊരു സംസ്ഥാനമുണ്ട്. ആ സംസ്ഥാനത്തിന്റെ പേരാണ് നിങ്ങളും ഞാനും ജീവിക്കുന്ന ഈ കേരളം. നാളെയും ഈ സംസ്ഥാനം അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും ഒരു അമ്മയുടെ മക്കളെ പോലെ ജീവിക്കാൻ കഴിയുന്നൊരു സംസ്ഥാനം. ക്രിസ്മസും റംസാനും ഓണവും എല്ലാം ബക്രീദും എല്ലാം ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിൽ മറ്റൊന്നുണ്ടോ? ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? നമ്മുടെ കേരളം മാത്രം ഇന്ന് ഒരു തുരുത്തായി നിലനിൽക്കുന്നുവെങ്കിൽ ഇവിടെയുള്ള ഭരണകൂടത്തിന്റെ ശക്തിയാണ് അത് തെളിയിക്കുന്നത്. വർഗീയ ശക്തികളെ, വർഗീയ കോമരങ്ങളെ അഴിഞ്ഞാടാൻ അനുവദിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കേരളം കണ്ടുകൊണ്ടിരിക്കുന്നു. നവകേരള സദസ്സിലൂടെ ആ കരുത്ത് നമുക്ക് വർദ്ധിപ്പിക്കാൻ, ആ പിന്തുണ വർദ്ധിപ്പിക്കുവാൻ, ആ ഒത്തൊരുമ പ്രഖ്യാപിക്കുവാൻ ഒത്തുചേർന്നിരിക്കുന്ന ഈ സദസ്സിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് സംസാരിക്കും. ആദരണീയനായ അധ്യക്ഷൻ സോമപിള്ള ചേട്ടൻ, ഈ വേദിയിലുള്ള ക്യാബിനറ്റിലെ സഹപ്രവർത്തകരായ സഹ ആന്റണി രാജു, സഹ എം പി രാജേഷ്, ആലപ്പുഴയുടെ പ്രിയങ്കരനായ എം പി, ഇന്ത്യൻ പാർലമെന്റിലെ ശ്രദ്ധേയനായ ജനപ്രതിനിധി ശ്രീ എ എം ആരിഫ്, വേദിയിലും സദസ്സിലുമെല്ലാമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഇവിടെ സംഘാടക സമിതിയുടെ ചെയർമാനായിരുന്നത് സഹവാർ രാമചന്ദ്രനായിരുന്നു. MLA ഇതിൽ പങ്കെടുക്കുന്നില്ല എന്ന് വന്നപ്പോൾ ആദരണീയനായ മുഖ്യമന്ത്രി തന്നെയാണ് ശ്രീ രാമചന്ദ്രൻ അതിൻ്റെ അധ്യക്ഷനാവണം എന്നൊരു നിർദ്ദേശം വെച്ചത്. അദ്ദേഹം പക്ഷേ ആ കാലത്തിൽ നമ്മെ വിട്ടുപിരിയുന്ന അവസ്ഥയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാജ്ഞ അർപ്പിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ യോഗം ചേരുന്നത്. നവകേരള സദസ്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രത്യേകതയെക്കുറിച്ചുമെല്ലാം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു പരിപാടി ഇടാം, അതിനൊരു പേരിടാം, കുറേ ആളിനെ വിളിച്ചു കൂട്ടാം എന്ന് കരുതി ഇട്ട ഒരു പരിപാടിയും പേരും പദ്ധതിയുമല്ല ഇത്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും പലരും കരുതുന്നത് 5 വർഷം കൂടുമ്പോൾ വോട്ട് ചെയ്യാൻ ലഭിക്കുന്ന ഒരവസരമാണ് എന്ന് മാത്രമാണ്. 5 വർഷം കൂടുമ്പോൾ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് രേഖപ്പെടുത്താൻ കിട്ടുന്ന ഒരവസരം മാത്രമാണ് ജനാധിപത്യത്തിൽ ജനത്തിനുള്ള പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്ന് നമ്മുടെ രാജ്യത്തെ നല്ലൊരു വിഭാഗം ജനതയും വിശ്വസിച്ചുറപ്പിച്ചിട്ടുണ്ട്. ആ രീതിയോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യോജിക്കാൻ കഴിയുകയില്ല എന്നുള്ളതുകൊണ്ട് ജനങ്ങളുമായി കൂടുതൽ അടുത്ത് ഇടപഴകി അവർക്ക് വേണ്ടി കാര്യങ്ങൾ നടപ്പിലാക്കുന്ന രീതികൾ ഈ സർക്കാരുകൾ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ മുഖവും മനസ്സും പ്രതിഷ്ഠിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന നയങ്ങളും പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുക എന്നതുകൂടിയാണ്.
ഐക്യകേരളം രൂപം കൊണ്ട് ആദ്യത്തെ ഗവൺമെന്റ് വന്നു ഈ കേരളത്തിൽ. 1957 ഏപ്രിൽ മാസം 5-ാം തീയതി ഒരു മുറിക്കയ്യൻ സ്ലാക്ക് ഷർട്ട് വിട്ട് ഒറ്റമുണ്ടും ഉടുത്ത് അന്നത്തെ ഗവർണറായിരുന്ന ബി രാമകൃഷ്ണ റാവുവിന്റെ മുമ്പാകെ സഖാവ് EMS നമ്പൂതിരിപ്പാട് സത്യവാചകം ചൊല്ലി അധികാരം ഏറ്റെടുത്തിട്ട് 6-ാം നാൾ ഇറക്കിയ ഉത്തരവ് ഇനി ഒരാളെ പോലും കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. ജന്മിത്തമ്പുരാക്കന്മാരുടെ പാടത്തിന്റെയും പറമ്പിന്റെയും ഏതെങ്കിലും മൂലയ്ക്ക് ചെറ്റമാടം കുത്തിക്കഴിഞ്ഞിരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരെ, പാവങ്ങളിൽ പാവങ്ങളായ മനുഷ്യരെ, ജന്മിക്ക് മൂക്കിന്റെ തുമ്പത്തു കോപം അലയടിച്ചുയരുന്ന വേളയിൽ ഈ കുടിലുകളെല്ലാം അഗ്നിക്കിരയാക്കി പറിച്ച് കളഞ്ഞ് പെരുവഴിയിലേക്ക് ഈ പാവങ്ങളെ തള്ളിവിട്ടതിനെയാണ് കേരളം കുടിയൊഴിപ്പിക്കൽ എന്ന് ഉള്ളുപൊള്ളുന്ന വേദനയോടെ വിളിച്ചത്. സ്വാതന്ത്ര്യത്തിന്റെ അരുണോദയത്തെ സ്വീകരിച്ചതിന് ശേഷം 9 ഗവൺമെന്റുകൾ തിരുവിതാംകൂറിലും കൊച്ചിയിലും തിരുക്കൊച്ചി, മലബാർ എന്നിവിടങ്ങളിലായി ഉണ്ടായി. ആ 9 കോൺഗ്രസ് ഗവൺമെന്റുകൾക്ക് ഒരു ചെറുവിരൽ പോലും ഈ പാവങ്ങളുടെ കണ്ണീരിന് പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞതേയില്ല. അത് കഴിഞ്ഞത് 957 അധികാരത്തിൽ വന്നൊരു ഗവൺമെന്റിനാണ്. അന്നു മുതൽ ഇങ്ങോട്ട് നമ്മൾ നോക്കൂ, സാധാരണക്കാരന്റെ മുഖവും മനസ്സും പ്രതിഷ്ഠിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരിടതുപക്ഷ ഉത്തരവാദിത്വം ആയി മാറുന്നത് കേരളം കണ്ടു. കേരളീയ മോഡൽ എന്നൊക്കെ നാം വിളിക്കുന്നതിലേക്ക് കേരളം നടന്നെടുത്തത് അതിന്റെ ഭാഗമായിട്ടാണ്. സമാനതകളില്ലാത്ത വികസന മുന്നേറ്റത്തിന്റെ വഴികളിലൂടെ കേരളം മുന്നോട്ടേക്ക് നീങ്ങുന്നു എന്ന് കേരളത്തെ നോക്കി നാടിന്, ലോകത്തിന് പറയാൻ കഴിഞ്ഞത് ഇത്തരമുള്ള നിലപാടുകളും നടപടികളും സ്വീകരിച്ചത് യാഥാർത്ഥ്യമാക്കി തീർത്തതിന്റെ ഭാഗമായിട്ടാണ്. നമുക്ക് ഈ കേരളത്തെ ഇനിയും കൂടുതൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനെയാണ് നവകേരളം എന്ന് വിളിക്കുന്നത്. ആ നവകേരളത്തിന്റെ പദ്ധതികൾ എന്ത് എന്ന് ഒരു ജനതയോട് പറയാൻ, നവകേരളത്തിൽ എന്തെല്ലാമാണ് ചേർക്കേണ്ടതെന്നൊരു ജനതയ്ക്ക് തിരിച്ചു പറയാൻ അതിനൊരു അവസരം കൊടുക്കേണ്ടതുണ്ട് എന്നാലോചിച്ചു. ജനത ഒരു ഭരണകൂടത്തെ ജനതയ്ക്ക് തൊട്ടറിയാൻ അവസരം ലഭ്യമാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഒരു ഗവൺമെന്റ് ഭരണകൂടം കണ്ടു. അതിന്റെ ഭാഗമായിട്ടാണ് നവകേരള സദസ്സ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. സദസ്സ് എന്നാൽ നമ്മളെല്ലാം വന്നു ചേർന്നിരിക്കുന്ന ഈ ഇടം തന്നെയാണ്. അപ്പോൾ നവകേരളം എന്നാലോ എന്നുള്ള ചോദ്യം ഉയരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പേരിടാൻ തീരുമാനിച്ച് ഇട്ട പേരല്ല നവകേരള സദസ്സ് എന്നുള്ളത്. നവകേരളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തെ ഇനിയും എങ്ങനെയാണ് നമുക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ള ചോദ്യമുണ്ട്. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഈ മന്ത്രിസഭയുടെ ആദ്യത്തെ യോഗം ചേരുന്നത് ഞങ്ങളുടെ ആരുടെയും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. ശ്രീ ആന്റണി രാജു നേരത്തെയും MLA ആയിരുന്ന ആളാണ്. ശ്രീ MP രാജേഷ് നേരത്തെ പാർലമെന്റ് അംഗമായിരുന്ന ആളാണ്. ആദ്യമായി ജനപ്രതിനിധിയാവുന്ന ആളാണ് ഞാൻ. ഞങ്ങൾ 3 പേരും ആദ്യമായിട്ടാണ് മന്ത്രിമാരാവുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ മന്ത്രിസഭാ യോഗം എന്നുള്ളത് ഞങ്ങളുടെ ആരുടെയും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കുന്നത് നടാടെ മന്ത്രിമാരായി മന്ത്രിസഭാ യോഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ആ ആദ്യത്തെ ദിവസത്തിന്റെ ഓർമ്മയുടെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിലല്ല, ഞങ്ങളുടെ ആദ്യ ദിനം എന്നുള്ള അടിസ്ഥാനത്തിൽ അല്ല. ഒന്നാമത്തെ മന്ത്രിസഭാ യോഗത്തിൽ സഖാവ് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ആദ്യത്തെ അജണ്ട പറഞ്ഞത് അത് നമുക്കൊരു ഈ ഗവൺമെന്റ് ഒരു പ്രധാനപ്പെട്ട പരിപാടി ഏറ്റെടുക്കാനുണ്ട് എന്നുള്ളതായിരുന്നു. ആ പരിപാടി അതിദരിദ്രരെ ആ ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. വല്ലാത്ത സന്തോഷം എല്ലാവരുടെയും മനസ്സിലുണ്ടായി. മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങൾ കൈയടിച്ച് പാസാക്കുക അല്ല ചെയ്യുന്നത്. മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്ത് അംഗീകരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ മനസ്സിൽ അനേകായിരം കയ്യടികൾ ഒരുമിച്ച് ചേർന്നു. നമ്മുടെ നാട്ടിലെ പാവങ്ങളിൽ പാവങ്ങളായ മനുഷ്യർ, ദരിദ്രർ എന്നുള്ള പദവിയും പേറി നിൽക്കുന്ന ആളുകൾ, ഇന്ത്യയുടെ മുഴുവൻ കണക്കെടുത്താൽ ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് അതിദാരിദ്ര്യ അവസ്ഥയിലുള്ളവർ നമ്മുടെ ഈ കേരളത്തിലാണ്. കുറെ നാളുകൾക്ക് മുമ്പുള്ള ആദ്യത്തെ കണക്ക് നോക്കുമ്പോൾ 100-ൽ 25 പേരാണ് ഇന്ത്യയിൽ അതിദാരിദ്ര്യ അവസ്ഥയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ നാടിന്റെ കണക്ക്, അല്ലെങ്കിൽ അന്ന് കേരളത്തിന്റെ കണക്ക് 0.71% എന്നതിൽ 10,000-ന് 71 എന്നാണ് ആ കണക്ക്. ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് ആളുകൾ അതിദാരിദ്ര്യ അവസ്ഥയിലുള്ള സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് നമ്മുടെ ഒരു നേട്ടത്തിന്റെ പട്ടികയായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ആദരണീയനായ മുഖ്യമന്ത്രി പറഞ്ഞു, നമ്മൾ ഏറ്റവും പ്രമുഖമായ പരിഗണന കൊടുക്കേണ്ടത് ഈ പാവങ്ങളിൽ പാവങ്ങളായ മനുഷ്യരുടെ കാര്യത്തിലാണ് എന്നും. ദരിദ്ര നാരായണന്മാരെന്ന് സ്വാമി വിവേകാനന്ദൻ വിളിച്ച ആ ദരിദ്ര നാരായണന്മാരെ കുറിച്ച് പേർത്തും പറഞ്ഞ ഗാന്ധിജിയുടെ നാട്ടിൽ 125 പേർ ദരിദ്രന്മാരാണ്, അതിദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് എടുത്തെറിയപ്പെട്ടവരാണെന്നും ഉളുപ്പില്ലാത്ത കണക്കുകൾ പാർലമെന്റിലടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരിടത്ത്
നമ്മുടെ കേരളം പറയുകയാണ് ഞങ്ങൾ ഈ അതിദാരിദ്ര്യ അവസ്ഥയെ മാറ്റിത്തീർക്കാൻ ശ്രമിക്കുകയാണ് എന്നും. ഇതാണ് ആ മന്ത്രിസഭാ യോഗത്തെ ഏറ്റവും പ്രമുഖമായ തീരുമാനമായി ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാര്യം. അന്ന് മുഖ്യമന്ത്രി കേരളത്തോട് പൊതുവിൽ പറഞ്ഞു 2025 നവംബർ മാസം 1-ാം തീയതി ആകുമ്പോൾ അതിദാരിദ്ര്യത്തിന്റെ പട്ടികയിൽ ഒരാൾ പോലും ഉണ്ടാവുകയില്ല ഈ കേരളത്തിൽ എന്നും. ആ നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടാണ് ഈ കേരളം മുന്നോട്ട് പോകുന്നത്. നവകേരളം എന്ന് പറഞ്ഞാൽ അതിദാരിദ്ര്യ അവസ്ഥയിലുള്ള ഒരാൾ പോലും ഇല്ലാത്ത കേരളം എന്നാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാവുന്നത്. നമുക്ക് മുമ്പിൽ വേറൊരു വലിയ ഗവൺമെന്റ് ഉണ്ട്. അത് ഇന്ത്യ ഗവൺമെന്റാണ്. ബ്രഹ്മാവിന് ആയുസ്സിന് പഞ്ഞമില്ല എന്ന് പറയുന്നത് പോലെ കേന്ദ്ര സർക്കാരിന് പണത്തിനും പഞ്ഞമില്ല എന്ന് നമുക്ക് അറിയാം. പണത്തിന് പഞ്ഞമില്ലാത്ത ആ ഭരണകൂടം 125 പേർ അതിദാരിദ്ര്യത്തിന്റെ പട്ടികയിൽ നിൽക്കുമ്പോൾ അതിനോട് എന്ത് സമീപനമാണ് സ്വീകരിച്ചതെന്ന് അറിയേണ്ടതല്ലേ? നമ്മൾ ഒരുപാട് വൈകാരികമായ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മുമ്പന്മാരാണ് കേന്ദ്രത്തിന്റെ ഭരണാധികാരികൾ. മുൻകാലങ്ങൾ എത്രയോ ഗവൺമെന്റുകളെ കണ്ടതാണ്. 7.5 പതിറ്റാണ്ടിന്റെ സ്വാതന്ത്ര്യത്തിന്റെ വഴികളിലൂടെ നടന്നു നീങ്ങുന്ന ഈ ഇന്ത്യക്ക് ദാരിദ്ര്യത്തിന്റെ നിർമ്മാർജ്ജനത്തിനായി മുദ്രാവാക്യങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലേക്ക് ഒഴുകി പരന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ഗരീബി ഹഠാവോ പോലുള്ള മുദ്രാവാക്യങ്ങൾ ഇന്ത്യ കേട്ടതാണ്. പക്ഷേ യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തിയതേ ഇല്ല. ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോഴത്തെ സമീപനം എന്താണെന്ന് നിങ്ങളൊന്ന് ഓർക്കുക. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഡൽഹിയിൽ ഒരു മീറ്റിംഗ് ചേർന്നത്. ആ മീറ്റിംഗ് G20 എന്ന് പറയുന്ന മീറ്റിംഗ് ആയിരുന്നു. G20 എന്നാൽ ഗ്രൂപ്പ് 20 ആണ്. ലോകത്തെ പ്രമുഖമായ 20 രാജ്യങ്ങളുടെ തലവന്മാർ ഒന്നിച്ചു കൂടുന്ന സമ്മേളനത്തെ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ് 20 അല്ലെങ്കിൽ G20 എന്നുള്ളത്. അതിൻ്റെ ഒരു യോഗം ഡൽഹിയിൽ ചേർന്നു. ആ യോഗം ചേരുമ്പോഴാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ടും തടസ്സവും കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ രാഷ്ട്രത്തലവന്മാർ വരുന്ന വഴിയിൽ ഒരു തടസ്സമുണ്ട് എന്ന് കണ്ടു. ക്യാബിനറ്റ് അടിയന്തരമായ യോഗം ചേർന്നു. 20 രാജ്യങ്ങളുടെ തലവന്മാരും ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരും അടക്കമുള്ളവർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പറന്നു വന്ന് ഡൽഹിയിൽ വന്ന് ഇറങ്ങുന്നിടത്ത് നിന്ന് അവർ വിരുന്നൊരുക്കിയിരിക്കുന്ന ഇടത്തേക്കും സമ്മേളനം ഒരുങ്ങുന്ന ഇടത്തേക്കും എല്ലാമായി യാത്ര ചെയ്യുന്ന പോകുന്ന വഴിയിലെ തടസ്സം റോഡിലെ കുണ്ടും കുഴിയും ആയിരുന്നില്ല. ആ റോഡിന്റെ ഇരുവശങ്ങളിലും മറ്റും താമസിക്കുന്ന പാവങ്ങളായ മനുഷ്യരായിരുന്നു. പട്ടിണിക്കോലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ചേരികൾ കടന്നിട്ട് വേണമായിരുന്നു രാഷ്ട്രത്തലവന്മാർക്ക് വിരുന്നൊരുക്കിയിരിക്കുന്ന ഇടത്തേക്ക്, താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്ന ഇടത്തേക്ക്, സമ്മേളനം നടക്കുന്ന ഇടത്തേക്ക് ചെന്നു പറ്റാനായിട്ട്. അതൊരു വല്ലാത്ത മോശമായിട്ട് ഇന്ത്യ ഗവൺമെന്റിന് തോന്നി. എങ്ങനെയാണ് ഇന്ത്യ ഗവൺമെന്റ് അതിനെ സമീപിച്ചത് എന്ന് മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. കേന്ദ്ര ക്യാബിനറ്റ് പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുത്തും ഇന്ത്യ ഗവൺമെന്റ് പെട്ടെന്ന് തന്നെ അത് നടപ്പിലാക്കുന്നതിലേക്ക് എത്തി. ഈ ചേരികൾക്കെല്ലാം മുമ്പിൽ കനത്ത മതിലുകൾ പടുത്തുയർത്തി. ഈ ചേരികൾക്ക് മുമ്പിൽ കൂറ്റൻ ബോർഡുകൾ പടുത്തുയർത്തി. അതുകൊണ്ട് ഒരാളെ പോലും ഒരു കുടിൽ കാണില്ല, ഒരു കൂര കാണില്ല, ഒരു പട്ടിണിക്കോലത്തെയും കാണാതെ ലോകരാജ്യങ്ങളുടെ തലവന്മാർക്ക് ഡൽഹിയുടെ നിരത്തുകളിലൂടെ പോകാൻ കഴിയുന്ന തരത്തിലേക്ക് പട്ടിണിയെയും ദാരിദ്ര്യത്തെയും മറച്ചു പിടിക്കാൻ തീരുമാനിച്ചു. ഇതായിരുന്നു ആ ഗവൺമെന്റിന്റെ നിലപാട്. കേരളം സ്വീകരിച്ചത് മറച്ചു പിടിക്കാനല്ല, പട്ടിണിയെ മാറ്റിത്തീർക്കാനാണ്. നരേന്ദ്രമോദി പട്ടിണിയെ മറച്ചു പിടിക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ പട്ടിണിയെ മാറ്റിത്തീർക്കേണ്ടതാണെന്ന് പിണറായി വിജയൻ കേരളത്തിൽ പറയുന്നു എന്നുള്ളതാണ് രണ്ട് ഭരണകൂടങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത്. NDA പറയുന്നു ദാരിദ്ര്യത്തെ മറച്ചു പിടിക്കാമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നു നയങ്ങളിലൂടെയും പരിപാടികളിലൂടെയും പദ്ധതികളിലൂടെയും നമുക്ക് ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാൻ ഉള്ള നടപടികൾ സ്വീകരിക്കാമെന്ന്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നവകേരളം ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ. നവകേരളം എന്ന് പറഞ്ഞാൽ ഭവനരഹിതരില്ലാത്ത കേരളമാണ്. MP രാജേഷ് ഇവിടെയുണ്ട്, അദ്ദേഹം അതേക്കുറിച്ച് പറയും എന്നുള്ളത് കൊണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയല്ല. നവകേരളം എന്ന് പറഞ്ഞാൽ ഭൂരഹിതരില്ലാത്ത കേരളം എന്നുള്ളതാണ്. സ്വന്തമായി ഇത്തിരി മണ്ണ് എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. താമസിച്ചു വരുന്ന ഭൂമിക്ക് ഒരധികാരവും അവകാശവും ഇല്ല എന്ന് വന്നാൽ എത്ര വല്ല പ്രയാസമാണെന്ന് ആലോചിച്ച് നോക്കുക. ആയിരക്കണക്കായ 10,000-കണക്കായ മനുഷ്യർ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ മണ്ണിന്റെ ഉടമകളല്ലാത്തവരുണ്ട് എന്ന് അറിയുക. ഈ കേരളത്തിൽ പട്ടയം വിതരണം ചെയ്യാൻ തുടങ്ങുന്നത് ഏത് കാലത്താണെന്ന് നമുക്കറിയാം. വിശദാംശങ്ങളിലേക്കെല്ലാം കടന്നു പോകാൻ ഞാൻ ഒരുമ്പെടുകയല്ല. ഈ 7.5 കൊല്ലക്കാലത്തിനിടയിൽ 3 ലക്ഷത്തോളം പട്ടയങ്ങൾ ഈ കേരളത്തിൽ കൊടുത്തു.
കൊടുത്തു. ഈ കേരളത്തിൽ പട്ടയ മിഷൻ, ഇന്ത്യയിൽ വേറെ എങ്ങും അത്തരത്തിലൊരു പരിപാടി ഇല്ല. അത് ഈ കേരളം കാണുകയാണ്. മണ്ണിന്റെ ഉടമകളല്ലാത്തവരെ മണ്ണിന്റെ ഉടമകളാക്കി തീർക്കുന്നതിനുള്ള ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുകയാണ്. ഇതിനെയൊക്കെയാണ് പ്രതിപക്ഷം ഞങ്ങൾ എതിർക്കുന്നു എന്നെല്ലാം പറയുന്നത്. നോക്കൂ, ദാരിദ്ര്യമില്ലാത്ത കേരളം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഒരു LDF UDF പ്രശ്നമാകുന്നത്? ഭവനരഹിതരില്ലാത്ത കേരളം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവർ UDF എതിർക്കുന്നത് എന്നാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് എതിർക്കുന്നത് എന്നാണ് എത്ര ആലോചിച്ചിട്ട് നമുക്ക് മനസ്സിലാവാത്ത കാര്യം. ആളുകൾക്ക്, സാധാരണക്കാരായ മനുഷ്യർക്ക് മെച്ചപ്പെട്ട ചികിത്സ സൗജന്യമായി ലഭ്യമാകണം എന്നുള്ളതാണ് നവകേരളത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ചികിത്സ ചെലവേറിയതായിക്കൊണ്ടിരിക്കുന്നിടത്തും സാധാരണക്കാരൻ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ പിടിയിലേക്ക് അമർന്നാൽ വിധിയെ പഴിച്ചു മരണത്തിലേക്ക് ഊളിയിട്ട് പോവുകയല്ല വേണ്ടതെന്നും രക്ഷപ്പെടുത്താൻ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും സഹായങ്ങളും സൗകര്യങ്ങളും സർക്കാർ ആശുപത്രികളിൽ തന്നെ ലഭ്യമാക്കാൻ കഴിയുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു ആത്മവിശ്വാസമാണ്, ഒരു ധൈര്യം കൊടുക്കലാണ്, കുടുംബങ്ങളെ സംരക്ഷിക്കലാണ്, ജീവിതങ്ങളെ മാത്രമല്ല, ഒരു ജീവിതത്തെ മാത്രമല്ല കുടുംബത്തെ കൂടി സംരക്ഷിക്കലാണ്. ആ സംരക്ഷിക്കലാണ് ആരോഗ്യ മേഖലയിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. ഇതാണ് നവകേരളം. അത് കൂടുതൽ വ്യാപിപ്പിക്കാൻ എന്തെല്ലാമാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നതെന്ന് പറയുകയും ആശയങ്ങൾ പങ്കുവെക്കുകയും അതെല്ലാം പുതിയ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് നവകേരള സദസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ഒരു LDF UDF പ്രശ്നമായി മാറുന്നതെന്നും എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നതേയില്ല. 10 ലക്ഷത്തോളം കുട്ടികൾ പുതുതായി നമ്മുടെ സ്കൂളുകളിലേക്ക് എത്തിയത് ഇത്തരം ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ്. പാഠപുസ്തകങ്ങൾ മുൻകൂറായി നൽകിയത് ഈ നവകേരളത്തിലേക്കുള്ള ഈ യാത്രയുടെ ഭാഗമായിട്ടാണ്. കേരളം അങ്ങനെ മുന്നോട്ടേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഇതിനെ എങ്ങനെയാണ് ഒരു LDF UDF പ്രശ്നമായിട്ട് കണക്കാക്കാൻ കഴിയുകയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ വീണ്ടും ആവർത്തിക്കട്ടെ. എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നത് ഇതെല്ലാമാണ് നമുക്ക് നവകേരളത്തിന്റെ സൃഷ്ടിക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. അപ്പോഴാണ് ആ നവകേരളത്തെ ബഹിഷ്കരിക്കണം എന്ന് കോൺഗ്രസ് ആഹ്വാനം ചെയ്യുന്നത്. ആ ആഹ്വാനത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ആ ആഹ്വാനം ആരും സ്വീകരിക്കുന്നതേയില്ല എന്നാണ്. മഞ്ചേശ്വരം മുതൽ കരുനാഗപ്പള്ളി വരെ എത്തുമ്പോൾ ഞങ്ങളെല്ലാം നേരിട്ട് കണ്ട ഞങ്ങളുടെ എല്ലാം അനുഭവം. ആ ആഹ്വാനത്തെ നിങ്ങളുടെ MLA ചിലപ്പോൾ ഉൾക്കൊണ്ടിട്ടുണ്ടാവും. കാരണം അദ്ദേഹം ആ പാർട്ടിയുടെ അംഗമാണ് എന്നുള്ളത് കൊണ്ട്. ആ MLA അത് ഉൾക്കൊണ്ട് എങ്കിൽ കരുനാഗപ്പള്ളിയുടെ മനുഷ്യർ, അവിടുത്തെ ജനങ്ങൾ അത് ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് 10,000ങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ നവകേരള സദസ്സിന്റെ ഈ സദസ്സ് കാഴ്ചവെക്കുന്നത് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല. ഇതാണ് എല്ലായിടങ്ങളിലും കാണുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുന്നതേയില്ല വേറെ ആരും എന്നുള്ളതാണ്. കരുനാഗപ്പള്ളിയിൽ നവകേരള സദസ്സിനെ ഒരു നവകേരള ജനസാഗരം ആക്കി തീർക്കുകയാണ് കരുനാഗപ്പള്ളിയിലെ ജനങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നും നമുക്ക് പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെ ഒരു ബഹിഷ്കരണത്തിന്റെ വർത്തമാനങ്ങൾ പറയുന്നത്? അധികാരത്തിൽ നിന്ന് എന്നേക്കുമായി അകറ്റി നിർത്തപ്പെട്ടിരിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടതിന്റെ പേരിലാണ് മനോനില തകരാറിലായ
കോൺഗ്രസും പ്രതിപക്ഷവും ബഹിഷ്കരണത്തിന്റെ ആഹ്വാനങ്ങൾ ഇങ്ങനെ മുഴക്കിക്കൊണ്ടേയിരിക്കുന്നത്? അതിനെയൊന്നും കേരളം ഒരിക്കലും സ്വീകരിക്കുകയില്ല എന്നും അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയും ചെയ്യും എന്നുള്ളത് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. നമുക്ക് ഈ നവകേരളത്തെയാണ് നമുക്കെല്ലാം ചേർന്ന് പടുത്തുയർത്തേണ്ടത്. ഈ നവകേരളത്തിനാണ് എല്ലാ പിന്തുണയും പിൻബലവും നൽകേണ്ടത്. ആ പിന്തുണയും പിൻബലവും നൽകാൻ ബാധ്യതപ്പെട്ടൊരു ഭരണകൂടമാണ് കേന്ദ്രത്തിലുള്ളത്. നൽകേണ്ട സഹായങ്ങൾ നൽകുന്നതേയില്ല. നമ്മുടെ നാടിന്റെ കാർഷിക മേഖല ഏറ്റവും പ്രമുഖമായ മേഖലയാണ്. കൃഷിയുടെ ആനുകൂല്യം നമ്മളെല്ലാവരും പറ്റുന്നവരാണ്. ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന മുഴുവൻ പേരും കൃഷി ചെയ്യുന്നില്ല എങ്കിലും കൃഷിയുടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരാണ്. അതുകൊണ്ട് ആ കാർഷിക മേഖലയെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും എല്ലാവർക്കും ഉള്ളതാണ്. നെല്ല് സംഭരണത്തിന് ഇപ്പോഴും നമുക്ക് കേന്ദ്രത്തിന് ലഭ്യമാവാനുള്ളത്, കർഷകർ കൊടുത്ത പൈസ കിട്ടാനുള്ളത് ഏതാണ്ട് 794 കോടിയോളം രൂപയാണ്. കേന്ദ്രത്തിൽ നമുക്ക് കിട്ടാനുള്ളത് UGC 750ഓളം കോടി രൂപയാണ്. ഓരോ ഇനങ്ങൾ ഇങ്ങനെ നോക്കിയാൽ കഴിഞ്ഞ കുറെ നാളുകളായി നമുക്ക് കിട്ടാനുള്ളത് 1,07,000-ഓളം കോടി രൂപ നമുക്ക് കിട്ടാനുണ്ട്. അതിന്റെ ഒരു 10-1 കിട്ടിയാൽ പോലും നമുക്ക് ഒരു സാമ്പത്തിക പ്രതിസന്ധിയും ഇല്ലാതെ ഈ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ സഹായിക്കയില്ല എന്ന ഒരു നിലപാടിലാണ് ഒരു ഭരണകൂടം നിൽക്കുന്നത്. നമ്മൾ എത്രയോ തവണകൾ അവരുടെ അടുത്തെല്ലാം പറയുകയാണ്, ഇതിലിനിയും കേന്ദ്രത്തെ പോകാത്ത, കേന്ദ്രമന്ത്രിമാരെ കാണാത്ത ഒരു മന്ത്രിമാരും സംസ്ഥാന ഗവൺമെന്റിൽ ഉണ്ടാവുകയില്ല. മുഖ്യമന്ത്രി അടക്കം ഈ മന്ത്രിമാരെല്ലാം എത്രയോ തവണ ഇവരെ എല്ലാം പോയി കണ്ടതാണ്. എത്രയോ നിവേദനങ്ങൾ കൊടുത്തതാണ്. കൊടുക്കുന്ന കടലാസിന്റെ വില പോലും അവർ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റ അപലപനീയമായ ഒരു കാര്യമാണ്. അത് പറയുന്ന ഒരു യാചനയുടെ രൂപത്തിലല്ല, അർഹതപ്പെട്ടതാണ്, അവകാശപ്പെട്ടതാണ്. അത് ലഭ്യമാവുന്നതേ ഇല്ല. നല്ല ബന്ധമെന്നൊക്കെ അവരിടക്കെല്ലാം ഇങ്ങനെ തട്ടിമൂളിക്കുന്നുണ്ട്. ഒരു രാജ്യത്തിന് ഉത്തരവാദിത്വമുണ്ട് അതിന്റെ സംസ്ഥാനങ്ങളോട് ആ തരത്തിൽ ക്രിയാത്മകമായി ഇടപെടലുകൾ തീർക്കാൻ. പക്ഷെ ഉണ്ടാവുന്നതേ ഇല്ല. ഇവിടെ നിന്നെല്ലാം നികുതി പിരിച്ചുകൊണ്ടു പോകുന്നതും ഈ കേന്ദ്രമാണ്. നമ്മളിൽ നിന്നെല്ലാം, ഈ സംസ്ഥാനത്ത് നിന്നും പിരിച്ചുകൊണ്ടു പോകുന്നതിന്റെ പകുതി പോലും ഈ കേരളത്തിന് നൽകാതെയാണ് ഇരിക്കുന്നത് എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. അവരെവിടെ നിന്നെങ്കിലും ഈ നോട്ട് അച്ചടിക്കുന്നതല്ല കേന്ദ്രത്തിന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ. കേന്ദ്ര ഗവൺമെന്റ് റിസർവ് ബാങ്കിനെ വെച്ചിട്ടും ഇതാ പണം അച്ചടിക്കുന്നു, ഞങ്ങളുടെ പണം അല്ല, നമ്മുടെ നികുതി പണമാണ്. ആ നികുതി കൂടിയാണ് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഖജനാവിൽ നിറയുന്നത്. ആ പണത്തിന്റെ വിഹിതമാണ് നമുക്ക് നൽകാതെ ഇരിക്കുന്നത്. എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കാൻ കഴിയുകയെന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ MP-മാരിൽ 2 പേർക്ക് മാത്രമേ നമ്മളെല്ലാം പറയുന്ന, നമ്മൾ അംഗീകരിക്കുന്ന ഈ നിലപാട് ബോധ്യപ്പെടുന്നുള്ളൂ. അതിലൊന്നും സഖാവ് ആരിഫാണ്, മറ്റൊന്ന് ശ്രീ ചാഴിക്കാടനാണ്. ബാക്കിയുള്ള ലോകസഭാ അംഗങ്ങൾ ഈ കാര്യം ബോധ്യപ്പെടുന്നവരെയല്ല. ശ്രീ ആന്റണി രാജു നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം ജന്മി അടിയാൻ ബന്ധമല്ല. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അടിമ ഉടമ ബന്ധവുമല്ല. അവ പറയുന്നു ബന്ധമുണ്ട് എന്നത്. അവർ കണക്കാക്കുന്ന ബന്ധം അറവുകാരനും ആടും തമ്മിലുള്ള ബന്ധം പോലെയാണ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം അറവുകാരനും ആടും തമ്മിലുള്ള ബന്ധമല്ല. അറവുകാരൻ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഈ ആടിനെ എങ്ങനെയെങ്കിലും അറത്ത് വിറ്റ് കാശാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി കൊടുക്കുന്ന തീറ്റ മാത്രമാണ് അത് കൊടുത്തു അറവുകാരൻ കൊടുക്കുക. ആ ബന്ധമല്ല ഒരു സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ. അത് അംഗീകരിക്കാൻ ഈ കേരളത്തിന് മനസ്സില്ല എന്ന് നമ്മൾ ഉറക്കെ പറയേണ്ടതുണ്ട്. നമ്മുടെ പണം കൊണ്ടുകൂടിയാണ് ഈ കേന്ദ്രത്തിന്റെ ഖജാനകൾ നിറയുന്നതെല്ലാം. അവിടെ നിന്നാണ് നമുക്ക് പണം ലഭ്യമാവേണ്ടത്. അത് ലഭ്യമാവാതെ ഇരിക്കുമ്പോൾ നമുക്ക് പ്രതികരിക്കേണ്ടത് അത്യന്താപേക്ഷിതമായി വരുന്നുണ്ട്. കാരണം അവിടെ ഇല്ലാണ്ടായി പോകുന്നത് കേരളത്തിന്റെ വികസനമാണ് എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ ഈ മേഖലയിൽ തന്നെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ എല്ലാം കണക്കുകൾ പറഞ്ഞു പോകാൻ ഒരുമ്പെടുകയല്ല. കുട്ടത്തുകുഴി ഏല 127 ലക്ഷം രൂപയാണ് മുടക്കിയത്. മാലുമേൽ പുഞ്ച 74 ലക്ഷം രൂപ മുടക്കിയ ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ 169 കൃഷിക്കൂട്ടങ്ങളാണ്. ഞാൻ വീണ്ടും പറയട്ടെ, എത്രയോ ഏലാകളുടെയും മറ്റും കാര്യത്തിൽ MLA അല്ലാതായിട്ടും ശ്രീ R രാമേന്ദ്രൻ ഞങ്ങളെല്ലാം കാണാൻ വന്ന കാര്യം ഞാൻ വിസ്മരിക്കുന്നതേ ഇല്ല. കരുനാഗപ്പള്ളിയുടെ വികസനത്തിന്റെ കാര്യത്തിൽ അല്പം പോലും പുറകോട്ട് പോകരുതെന്നും ആ മനുഷ്യന് വലിയ ശാഠ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഞങ്ങളെയൊക്കെ വന്ന് കണ്ടതിന്റെ ഭാഗമായിട്ടുള്ളത്. 169 കൃഷിക്കൂട്ടത്തിന്റെ കൂടെയാണ് 9,560 പേർക്ക് തൊഴിൽ നൽകുന്നതിന് കൃഷി വകുപ്പിന് തന്നെ ഈ മണ്ഡലത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഓച്ചറയും ക്ലാപ്പനയിലും നമുക്ക് കേരഗ്രാമം അനുവദിച്ച് നാളികേര കർഷകരെ സഹായിക്കാൻ ഈ സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 കാർഷിക കർമ്മസേനകൾ ഓച്ചറയിലും കുലശേഖരപുരത്തും പ്രവർത്തിക്കുന്നുണ്ട്. തൊടിയൂരും കുലശേഖരപുരത്തും വിള ആരോഗ്യ ക്ലിനിക്കുകൾ
LDF ഗവൺമെന്റിന്റെ കാലത്ത് അനുവദിച്ചത് പ്രവർത്തിക്കുകയാണ്. കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിൽ അഗ്രോ സർവീസ് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. DPR ക്ലിനിക്കിലൂടെ സംരംഭകരാവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട സംരംഭകരാവാനുള്ള DPR ക്ലിനിക്ക് അടുത്തിടെയാണ് ഈ കരുനാഗപ്പള്ളിയുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. ഒരുപാട് നല്ല കർഷകരുണ്ട്. നമ്മുടെ തീരമേഖലയുണ്ട്, അപ്പുറത്ത് ഒരു കാർഷിക മേഖലയും ഉണ്ട്. ഞാൻ മുജീബിനെ സ്മരിക്കുകയാണ്. മുജീബ് ചിലപ്പോൾ ഈ സദസ്സിൽ എവിടെയെങ്കിലും മുജീബ് എന്ന അവാർഡ് നേടിയ കർഷകൻ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഒരുപാട് കർഷകരെ, ചെറുപ്പക്കാരായ കർഷകരെ ഈ നാടിന്റെ മണ്ണ് സംഭാവന ചെയ്യുന്നുണ്ട്. ആ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ആവശ്യമായ എല്ലാ ഇടപെടലുകളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുകൂടി പറയട്ടെ. എല്ലാവരെയും ചേർത്തിട്ടാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ രാവിലെ പ്രഭാത സദസ്സിന്റെ യോഗത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ 9:45 ഇറങ്ങാം എന്ന് പറയുമ്പോൾ ഒരാൾ സംസാരിക്കാൻ എഴുന്നേറ്റപ്പോഴാണ് അല്പം കൂടി ഒന്നിരുന്നത്. ആരൊക്കെയാണ് ഈ പ്രഭാത സദസ്സിൽ പങ്കെടുക്കാൻ വരുന്നവർ എന്നറിയണ്ടേ? പ്രമുഖന്മാരാണ്, പ്രമാണിമാരാണ് പങ്കെടുക്കുന്നതെന്ന് പ്രതിപക്ഷം ആക്ഷേപിക്കുന്നുണ്ടല്ലോ. ഞാനും ശ്രീ ആന്റണി രാജുവും കൂടി ഇത്തിരി നേരത്തെ ഇറങ്ങിയതാണ്. ഞങ്ങൾ അവസാനം കേട്ടിറങ്ങുന്നത് ഒരു പ്രമുഖന്റെ വാക്കുകൾ കേട്ടിട്ടാണ് ഇറങ്ങിയത്. ആ പ്രമുഖൻ, ഞങ്ങൾക്കെല്ലാം അദ്ദേഹം പ്രമുഖൻ തന്നെയാണ്. ആ പ്രമുഖന്റെ പേര് ഫ്രാൻസിസ് ജോൺ എന്നാണ്. എന്താണ് ഈ ഫ്രാൻസിസ് ജോണിന്റെ പരിപാടി? അദ്ദേഹം കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ഒരു മത്സ്യത്തൊഴിലാളിയാണ്. ഇതാണ് ഞങ്ങളുടെ പ്രമുഖർ എന്ന് പറഞ്ഞാൽ. ഒരു മത്സ്യത്തൊഴിലാളിക്ക് രാവിലെ മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ നേരിട്ട് പറയാൻ, മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറയാൻ, അദ്ദേഹം മത്സ്യമേഖലയുടെ കാര്യം മാത്രമല്ല, അദ്ദേഹം നാട്ടിലെ ലൈബ്രറിയുടെ കാര്യം കൂടി അവിടെ പറയുന്നത് അദ്ദേഹം സംസാരിച്ചിരുന്നതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് പോരുന്നത്. സരോജിനി അമ്മ എന്ന ഒരു കശുവണ്ടി തൊഴിലാളി മുഖ്യമന്ത്രിയോട് രാവിലെ സംസാരിക്കുന്നതായിരുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, നാട്ടിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ആദിവാസി ഊരുകളിൽ നിന്ന് വരുന്ന ആളുകൾ, അവരൊക്കെയാണ് പ്രമുഖരായിട്ട് നവകേരള സദസ്സിന്റെ പ്രഭാത യോഗങ്ങളിൽ പങ്കെടുക്കുന്നതും. ഇങ്ങനൊരു അവസരം ഈ കേരളത്തിൽ സാധാരണ മനുഷ്യർക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനൊരു അവസരം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ? 10,000-കണക്കിന് ചെറുപ്പക്കാരെ എറണാകുളത്ത് വിളിച്ചു കൂട്ടിയിട്ടും പ്രധാനമന്ത്രി സംസാരിക്കും എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരക്ഷരം പോലും ഉരിയാടാൻ കഴിയാതെ റേഡിയോയുടെയും TVയുടെയും മുമ്പിൽ ഇരുന്നിട്ട് കടന്നു പോകേണ്ടുന്ന അവസ്ഥയുണ്ടാകുന്നത് കണ്ടതാണ് ഈ കേരളം. അതല്ല നവകേരള സദസ്സിന്റെ യോഗങ്ങളെന്ന് നാം മനസ്സിലാക്കുക. ആശയങ്ങളെയും അഭിപ്രായങ്ങളെയും സ്വീകരിക്കുന്നുണ്ട്, ഉൾക്കൊള്ളാൻ കഴിയുന്നവയെ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെയാണ് നവകേരള സദസ്സ് മുന്നോട്ട് പോകുന്നത്. നവകേരള സദസ്സിന്റെ ഭാഗമായി ഈ കരുനാഗപ്പള്ളി എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ബഹുമാനപ്പെട്ട മന്ത്രി MP രാജേഷിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലുള്ള മന്ത്രിസഭയിലെ സഹപ്രവർത്തകരായ ശ്രീ ആന്റണി രാജു, ശ്രീ P. പ്രസാദ്, ബഹുമാന്യനായ MP ശ്രീ AM വാരിഫ്, MLA-മാരായ ശ്രീ കോവൂർ കുഞ്ഞുമോൻ, ശ്രീ PS സുപാൽ, സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നവകേരള സദസ്സ് എന്തിനാണ് എന്ന കാര്യം എനിക്ക് മുമ്പ് സംസാരിച്ച 2 ബഹുമാന്യരായ മന്ത്രിമാർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മറ്റ് മന്ത്രിസഭാംഗങ്ങൾ അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരുന്ന സമയത്ത് ഞാൻ പ്രസംഗം നിർത്തും. അതുകൊണ്ട് ഇപ്പോഴേ ആ ആകാംക്ഷയിൽ അങ്ങോട്ട് തിരിഞ്ഞിരിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആ സമയത്ത് പ്രസംഗം നിർത്തിവെക്കും. അതെ, അവരെത്തി എന്ന കാര്യം അറിയിക്കും. ഈ നവകേരള സദസ്സിന്റെ ഉദ്ദേശം വളച്ചുകെട്ടില്ലാതെ ഋജുവായി നേരെ പറഞ്ഞാൽ 2 ആണ്. ഒന്ന്, കേരളത്തിൽ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഉത്തരവാദിത്വമുള്ളൊരു ഗവൺമെന്റ് എന്ന നിലയിൽ അവതരിപ്പിക്കുക. ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്കത് വിലയിരുത്താം. ഞങ്ങളെ പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമാണോ, നിങ്ങളുടെ അനുഭവത്തിലുള്ളതാണോ
എന്ന കാര്യം നിങ്ങൾക്ക് വിലയിരുത്താം. ചെയ്ത കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും പറയുന്നതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പൊരു കാലത്തുമില്ലാത്ത തരത്തിലുള്ള വെല്ലുവിളിയും തടസ്സവും പ്രതിബന്ധവും കേരളം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതും ജനങ്ങളോട് തുറന്നു പറയേണ്ടതുണ്ട്. കാരണം ജനങ്ങളാണ് ഈ ഗവൺമെന്റിനെ അധികാരത്തിലേറ്റിയത്. ജനങ്ങൾക്ക് പ്രകടന പത്രികയിലൂടെ ഒരു വാഗ്ദാനം ഈ ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനം പാലിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. പാലിക്കുന്ന കാര്യം, അതിലെ പുരോഗതി ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുമുണ്ട്. സ്കൂൾ കുട്ടികളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് പോലെ LDF സർക്കാർ അധികാരത്തിലേറ്റിയ ജനങ്ങളുടെ മുമ്പിൽ പ്രോഗ്രസ് റിപ്പോർട്ട് 2016 മുതൽ എല്ലാ വർഷവും അവതരിപ്പിക്കാറുണ്ട്. 2016 പ്രകടന പത്രിക 600 ഇനങ്ങൾ അടങ്ങിയതായിരുന്നു. ആ 600 ഇനങ്ങളിൽ 5 കൊല്ലം കൊണ്ട് 570 കാര്യങ്ങൾ പൂർത്തിയാക്കി, 30 കാര്യങ്ങൾ ബാക്കിയുണ്ട്. സത്യസന്ധമായി ഞങ്ങൾ പറഞ്ഞു. പക്ഷെ അത് തന്നെ ഇന്ത്യയിലൊരു പുതിയ അനുഭവമായിരുന്നു എന്നോർക്കണം. നമ്മുടെ രാജ്യത്തെ അനുഭവം എന്താണ്? പ്രകടന പത്രിക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും. വോട്ട് ചെയ്തവരും അതിനെക്കുറിച്ച് ഓർക്കാറില്ല, അധികാരത്തിലേറിയവർ തീരെ ഓർക്കാറില്ല എന്നതായിരുന്നു അതുവരെയുള്ള അനുഭവം. അപ്പോഴാണ് ഒരു ഗവൺമെന്റ് പ്രകടന പത്രികയെക്കുറിച്ച് നിരന്തരം ഓർമ്മിപ്പിച്ചത്. ഇതാ, ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ മറന്നുപോയാലും ഗവൺമെന്റ് മറന്നുപോയില്ല. ജനങ്ങളെ ഗവൺമെന്റ് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അതിൽ ഇത്ര കാര്യങ്ങൾ ഈ വർഷം തുടക്കം കുറിച്ചു. അടുത്ത വർഷം പറഞ്ഞു ഇത്ര കാര്യങ്ങൾ കൂടി ഈ വർഷം തുടക്കം കുറിച്ചു. 5 വർഷം കഴിഞ്ഞപ്പോൾ പറഞ്ഞ 600-ൽ 570 ഞങ്ങൾ നടപ്പിലാക്കി, 30 എണ്ണം ഞങ്ങൾക്ക് നടപ്പിലാക്കാനായിട്ടില്ല. സുതാര്യതയുടെ, സത്യസന്ധതയുടെ ഒരു പുതിയ ഭരണ മാതൃകയായി 1ാം LDF ഗവൺമെന്റ് മാറി. അതുകൊണ്ടാണ് വീണ്ടും ജനങ്ങൾ LDFനെ അധികാരമേൽപ്പിച്ചത്. രണ്ടാമത്തെ തവണ 900 ഇനങ്ങൾ അടങ്ങിയ പ്രകടന പത്രികയാണ് മുന്നോട്ട് വെച്ചത്. 900 ഇനങ്ങളാണ്. കഴിഞ്ഞ മെയ് മാസത്തെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഗവൺമെന്റ് പറഞ്ഞു 900 കാര്യങ്ങളിൽ 271 എണ്ണത്തിന് തുടക്കം കുറിച്ചു. ഇങ്ങനെ പ്രകടന പത്രികയെക്കുറിച്ച് ഗവൺമെന്റ് നിരന്തരമായി ജനങ്ങളുടെ മുമ്പിൽ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ തീർച്ചയായും ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഒന്ന് മാറുന്ന നന്നായിരിക്കും. ഇവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് ചർച്ച ഉണ്ടെങ്കിൽ അങ്ങോട്ട് ആവാം. അപ്പോ ഞാൻ പറഞ്ഞത്, ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതോടൊപ്പം ചെയ്യാനുള്ള തടസ്സങ്ങൾ എന്തെല്ലാമാണ് എന്നും അവതരിപ്പിക്കേണ്ടതുണ്ട്. എന്താണ് ഈ ഗവൺമെന്റിന്റെ പ്രത്യേകത? നേരത്തെ പറഞ്ഞതാണ്, പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നു. അസാധ്യമെന്ന് കരുതിയതെല്ലാം സാധ്യമാക്കിയ ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ഇത് കേവലമായ അവകാശവാദമല്ല, വെറും വാചകമടിയല്ല. എനിക്ക് മുമ്പുള്ള മന്ത്രിമാർ ഉദാഹരണ സഹിതം ഇവിടെ പറഞ്ഞു. നാഷണൽ ഹൈവേ 2016 ഉപേക്ഷിച്ചു പോയതാണ്. ഒരിക്കലും കേരളത്തിൽ നടക്കില്ലെന്ന് കരുതിയതാണ്. ഇപ്പോൾ 45 മീറ്ററിൽ അതിവിശാലമായി നാഷണൽ ഹൈവേയുടെ പണി അത്ഭുതകരമായ വേഗത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. 2025 മാർച്ച് മാസത്തിൽ നാഷണൽ ഹൈവേ പൂർത്തിയാകുമ്പോൾ അത് ഈ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിമറിക്കുന്ന പദ്ധതിയായിട്ട് മാറും. കേരളത്തെ അടിമുടി മാറ്റിമറിക്കുന്ന ഒന്നായിട്ടത് മാറും. നാഷണൽ ഹൈവേയുടെ അത് നടുവിലൂടെയാണ് നാഷണൽ ഹൈവേ എങ്കിൽ ഒരു വശത്തുകൂടെ മലയോര ഹൈവേ, വേറൊരു വശത്തുകൂടി തീരദേശ ഹൈവേ, രണ്ടിന്റെയും പണി നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ വെള്ളത്തിലൂടെ ജലപാത, ദേശീയ ജലപാത, ബേക്കലിൽ നിന്ന് കോവളത്തേക്ക് ജലപാത. ഈ വൻകിട പദ്ധതികളെല്ലാം ഒരിക്കൽ അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങളാണ്. അതാണ് ഇപ്പോൾ കേരളത്തിൽ യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുന്നത്.
ഡിജിറ്റൽ സയൻസ് പാർക്ക്, ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിലാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളോ കേന്ദ്ര ഗവൺമെന്റോ ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പ് ചിന്തിക്കുകയും അവർ ചിന്തിക്കാത്ത കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കുകയും ചെയ്യുകയാണ്. ഡിജിറ്റൽ സയൻസ് പാർക്കിന്റെയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെയും പ്രത്യേകത എന്താണ്? ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ അത് വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ കാലമാണ്. അറിവാണ് മൂലധനം. അറിവാണ്. ആ അറിവ് മൂലധനമാകുന്ന കാലത്ത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും വിജ്ഞാനവും സൃഷ്ടിക്കുന്ന പുതിയ തൊഴിലവസരങ്ങൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ ഇവിടെ സ്വീകരിച്ചു കഴിഞ്ഞു. അതിനുള്ള അടിത്തറയൊരുക്കി കഴിഞ്ഞു. അതിന്റെ കൂടെയാണ് കെ ഫോൺ. ഇന്റർനെറ്റ് ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. കോവിഡ് കാലത്ത് നമ്മൾ തിരിച്ചറിഞ്ഞു, പഠിക്കണമെങ്കിൽ ഇന്റർനെറ്റ് വേണം. ക്ലാസ് മുറികൾ ഡിജിറ്റൽ ക്ലാസ് മുറികളായിട്ട് മാറി. യോഗം ചേരണമെങ്കിൽ ഓൺലൈൻ യോഗങ്ങളാണ്. ജോലി ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഓൺലൈനായിട്ടാണ് ജോലി ചെയ്യുന്നത്. വർക്ക് ഫ്രം ഹോം, വർക്ക് നിയർ ഹോം അല്ലേ? അങ്ങനെ വരുമ്പോഴോ ഇന്റർനെറ്റ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന സൗകര്യമായിട്ട് മാറി. ഹൈവേ പോലെ തടസ്സമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്ന ഹൈവേ പോലെ തടസ്സമില്ലാത്ത ഇന്റർനെറ്റ് ഹൈവേ ഒരു അനിവാര്യതയായിട്ട് മാറി. കേരളം കെ ഫോൺ ആവിഷ്കരിച്ചു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം പൊതുമേഖലയിൽ ഇന്റർനെറ്റ് മിതമായ നിരക്കിൽ കൊടുക്കാൻ കെ ഫോൺ പോലൊരു സംവിധാനം ആവിഷ്കരിച്ചത്. കെ ഫോൺ ഇപ്പോൾ നടപ്പിലാക്കി തുടങ്ങി. അപ്പോ വിജ്ഞാന സമ്പദ്ഘടനയുടെ അടിത്തറയൊരുക്കലാണ് കേരളം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ മറ്റെല്ലാ സംസ്ഥാനത്തിന്റെയും ബഹുകാതം മുമ്പിലാണ് കേരളം അക്കാര്യത്തിൽ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം 2016 മുമ്പ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നു. അസാധ്യമെന്ന് കരുതിയിരുന്ന കാര്യങ്ങളാണ്. നമ്മളാരും ചിന്തിക്കുകയോ സങ്കല്പിക്കുകയോ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ 2016 ശേഷമുള്ള 7 വർഷം കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ക്ഷേമപ്രവർത്തനങ്ങളുടെ കാര്യത്തിലേക്ക് ഞാൻ കൂടുതലായിട്ട് കടക്കുന്നില്ല. ഇവിടെ പറഞ്ഞു കാണും, കഴിഞ്ഞ 7 വർഷം കൊണ്ട് LDF ഗവൺമെന്റ് സാമൂഹിക ക്ഷേമ പെൻഷനായി ആളുകളുടെ കയ്യിലെത്തിച്ച തുകയുടെ വലിപ്പം കേട്ടാൽ നാം അത്ഭുതപ്പെടും. അത് 57,603 കോടി രൂപയാണ്. 57,603 കോടി. അതിനു മുമ്പ് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 5 കൊല്ലം കൊണ്ട് പെൻഷൻ കൊടുത്ത തുക 9,011 കോടി. 9,011 കോടി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ കൊടുത്തത് LDF സർക്കാരിന്റെ കാലത്ത് ശ്രീ പിണറായിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് കൊടുത്തത് 57,603 കോടി രൂപയാണ്. 6 ഇരട്ടിയാണ് പെൻഷൻ വിതരണം ചെയ്തതിലുണ്ടായിട്ടുള്ള വർധനവ് എന്നത്. അതുപോലെയാണ് ലൈഫ്. 4,90,000 പേർക്കാണ് ലൈഫിൽ വീട് കൊടുത്തിട്ടുള്ളത്. 4,90,000 പേർക്ക് 4 ലക്ഷം രൂപ വീതം. എത്രയാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത്? 72,000 മാത്രം. പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിൽ 1.5 ലക്ഷം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുക വീട് വെക്കാൻ കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. 4 ലക്ഷം സാധാരണക്കാർക്ക്, ആദിവാസി വനത്തിനകത്തുള്ളവർക്ക് 6 ലക്ഷം. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് 4 ലക്ഷവും 6 ലക്ഷവും ഒക്കെ സർക്കാർ വീട് വെക്കുന്നതിന് സഹായം കൊടുക്കുന്ന കാര്യം സങ്കല്പിക്കാൻ കഴിയുമോ ഈ കേരളത്തിലല്ലാതെ? അങ്ങനെ കൊടുത്തത് 1, 2, 10, 100 പേർക്കല്ല, 4,90,000 പേർക്ക്. അതിൽ 3,65,000-ലധികം വീടുകൾ പണി പൂർത്തിയായി കഴിഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ 3,65,279 വീടുകളുടെ പണി പൂർത്തിയായി കഴിഞ്ഞു. ഈ കൊല്ലത്താണ് കഴിഞ്ഞ മെയ് മാസം 4-ാം തീയതി 20,000 വീടുകൾ കേരളത്തിൽ താക്കോൽ കൊടുക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചത്. പക്ഷേ വിചിത്രമായൊരു കാര്യം പറയട്ടെ, 20,000 വീടുകൾ കേരളത്തിൽ താക്കോൽ ദാനം നിർവഹിക്കുന്നതിന്റെ ഉദ്ഘാടനം സംസ്ഥാന മുഖ്യമന്ത്രി നിർവഹിച്ചതിന്റെ പിറ്റേ ദിവസം കേരളത്തിലെ പ്രധാന പത്രങ്ങളിലൊന്നും ആ വാർത്തയോ പടമോ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഇത് നമ്മുടെ മാധ്യമങ്ങൾക്ക് വാർത്തയാകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന്. ആ സമയത്ത് അരിക്കൊമ്പൻ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെയാണ്. ഇന്നലെ ഗവർണർ നിറഞ്ഞു നിന്നതുപോലെ അന്ന് അരിക്കൊമ്പൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഏറെക്കുറെ രണ്ടുപേരെ പ്രകൃതത്തിലായിരുന്നു. അപ്പോ അരിക്കൊമ്പനാണ് വാർത്തകളിൽ മുഴുവൻ. അപ്പൊ ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, നമുക്ക് ഉദ്ഘാടനത്തിന് തമാശയായിട്ട് അരിക്കൊമ്പന്റെ ഒരു എഴുന്നള്ളത്ത് കൂടി വെച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവർ വാർത്തയും പടവും കൊടുത്തേനെ, അല്ലെങ്കിൽ കൊടുക്കില്ല. വിമർശനം വന്നപ്പോഴാണ് 3-ാമത്തെ ദിവസമാണ് വാർത്ത കൊടുത്തത്, അതും ഉള്ളിലെ പേജിൽ. 3-ാമത്തെ ദിവസം
ഞാൻ പറഞ്ഞു വന്നത് ലൈഫ്, സാമൂഹ്യക്ഷേമ പെൻഷൻ, ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ഗവൺമെന്റിന്റെ പേര് കേരളത്തിൽ LDF ഗവൺമെന്റ് എന്നതാണ്. ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പ്രസവാനുകൂല്യം, വിവാഹാനുകൂല്യം, മക്കൾക്ക് പ്രസവാനുകൂല്യം, മക്കളുടെ വിവാഹാനുകൂല്യം, മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം, പരിക്ക് പറ്റിയാൽ സഹായം, ചികിത്സാ സഹായം, ഇതെല്ലാം ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്താണുള്ളത്? കേരളത്തിൽ. പക്ഷേ അപ്പൊ എന്ത് ചെയ്തു? കേരളത്തിലെ സംഘപരിവാറിന്റെ സാമൂഹിക മാധ്യമ ഗ്രൂപ്പുകൾ ഈ കേരള സർക്കാർ കൊണ്ടുവന്ന ക്ഷേമനിധിയുടെ കൂടെ മോദിയുടെ ഒരു ചിത്രം കൂടി വെച്ചിട്ട് നാട് മുഴുവൻ പ്രചരിപ്പിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ മോദി സർക്കാരിന് അഭിവാദ്യങ്ങൾ. വ്യാജ വാർത്ത. ക്ഷേമനിധിയുടെ വാർത്ത കൊടുത്ത മാതൃഭൂമിക്ക് പറയേണ്ടി വന്നു അത് കേരള സർക്കാരിന്റേതാണ്, കേന്ദ്രത്തിനൊരു പങ്കുമില്ല, അത് വ്യാജ വാർത്തയാണ്. ഇന്ത്യ ടുഡേയും പറഞ്ഞു അത് വ്യാജ വാർത്തയാണ്. നാം നടപ്പാക്കുന്നു, കേന്ദ്രം അതിന്റെ ക്രെഡിറ്റ് അടിക്കാൻ ശ്രമിക്കുന്നു. 72,000 രൂപ മാത്രം ലൈഫിലെ ഗുണഭോക്താക്കൾക്ക്, അതും വളരെ കുറച്ചു പേർക്ക് മാത്രം. കേരളത്തിൽ ലൈഫിൽ 4,90,000 പേർക്ക് വീട് കൊടുക്കുമ്പോൾ കേന്ദ്രം തന്നത്, PMAYയിൽ തന്നത് 32,171 പേർക്കാണ് 72,000. എന്നിട്ട് അവർ പറഞ്ഞു എല്ലാ വീടിന്റെ മുമ്പിലും എന്ത് വെക്കണം? പ്രധാനമന്ത്രിയുടെ ചിത്രം വെക്കണം എന്ന്. പ്രധാനമന്ത്രിയുടെ ചിത്രം വെക്കണം എന്ന് നമ്മൾ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ചിത്രം വെക്കുമ്പോൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ചിത്രം വെക്കുമ്പോൾ ആ വീട്ടിൽ കഴിയുന്നവർക്കുണ്ടാവുന്ന ഒരു അപകർഷത ദാനം കിട്ടിയ വീട്ടിൽ കഴിയുന്നവർ എന്നതായിരിക്കും. 4,90,000 പേർക്ക് 4 ലക്ഷം മുതൽ 6 ലക്ഷം വരെ കൊടുത്തൊരു ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ്. പക്ഷെ ഞങ്ങൾ ഇതുവരെ മുഖ്യമന്ത്രിയുടെ ചിത്രം ഒരു വീട്ടിന്റെയും മുമ്പിൽ ഒട്ടിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ടില്ല. കാരണം മനുഷ്യന്റെ അന്തസ്സിനും ആത്മാഭിമാനത്തിനും വില കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ LDF ഗവൺമെന്റ്. അതുകൊണ്ട് ചിത്രം വെക്കാൻ സാധ്യമല്ല. നാം നിലപാടെടുത്തു. അപ്പൊ ചിലർ പറഞ്ഞു നമ്മുടെ നാട്ടിൽ പണ്ടേ ഒരു ശീലമുണ്ടല്ലോ, ഈ വീട് വെക്കുന്ന സമയത്ത് ഒരു സാധനം ഉണ്ടാക്കി വെക്കും അല്ലേ? പലരും വിശ്വാസപ്രകാരം ചെയ്യുന്നതാണ്. ആ മട്ടിൽ വേണമെങ്കിൽ വെക്കാം എന്ന് ചിലർ സാമൂഹിക മാധ്യമങ്ങളിൽ ഒരു വിമർശനം കണ്ടു. ഗവൺമെന്റ് പറഞ്ഞു ഒരാളുടെയും ചിത്രം വെക്കില്ല, മുഖ്യമന്ത്രിയുടെയും ഇല്ല, പ്രധാനമന്ത്രിയുടേതുമില്ല, ഒരു ലോഗോയും വെക്കില്ല. കാരണം ഇതവരുടെ അവകാശമാണ്, ദാനം കിട്ടിയ വീട്ടിൽ കഴിയുന്നവരല്ല. ഇതെല്ലാം എപ്പോഴാണ് ചെയ്യുന്നത്? ദേശീയപാതയും മലയോര ഹൈവേയും തീരദേശ ഹൈവേയും ജലപാതയും ഡിജിറ്റൽ സയൻസ് പാർക്കും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ഇന്ത്യയിൽ ആദ്യത്തെ വാട്ടർ മെട്രോയും അതുപോലെ സാമൂഹിക ക്ഷേമ പെൻഷൻ 1,600 രൂപ 64 ലക്ഷം പേർക്ക് കൊടുക്കുന്നത്, 4,90,000 പേർക്ക് വീട് കൊടുത്തത്, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയത്, വിഴിഞ്ഞം പദ്ധതി അസാധ്യമെന്ന് കരുതിയ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്, ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാക്കിയത്, ഈ എണ്ണമറ്റ വികസന പ്രവർത്തനങ്ങൾ എല്ലാം നടപ്പാക്കിയത് എപ്പോഴാണെന്നറിയോ? കേരളം സമാനതകളില്ലാത്ത സാമ്പത്തിക ഉപരോധം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. എന്താണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് സ്വീകരിക്കുന്ന സമീപനം? ശ്രീ ആന്റണി രാജു പറഞ്ഞു 57,400 കോടി രൂപയാണ് ഈ വർഷം മാത്രം കേരളത്തിന്റെ വിഹിതം വെട്ടിച്ചുരുക്കിയത്. 57,400 കോടി രൂപയാണ്. ഞങ്ങളിത് എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മുടെ മാധ്യമങ്ങൾ ഇക്കാര്യം അവഗണിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നവകേരള സദസ്സിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചു ചേർത്ത് മാധ്യമങ്ങളുടെ ഇടനിലയില്ലാതെ, മാധ്യമങ്ങളുടെ മധ്യവർത്തിത്വമില്ലാതെ നാം നേരിട്ട് ഗവൺമെന്റ് ജനങ്ങളിലേക്ക് എത്തുകയും ഈ യാഥാർത്ഥ്യങ്ങൾ, കണക്കുകൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോ മാധ്യമങ്ങളും ചിലത് പറയാൻ നിർബന്ധിതമായി. കഴിഞ്ഞ ദിവസത്തെ മലയാള മനോരമയുടെ വാർത്ത 1-ാം പേജിൽ വരേണ്ട വാർത്തയാണ്. 1-ാം പേജിലില്ല, ഉള്ളിലെ പേജിലാണ്, കൊടുക്കാൻ നിർബന്ധിതമായതാണ്. എന്താണ് വാർത്ത? കേന്ദ്ര സർക്കാർ പട്ടികയും കൊടുത്തിട്ടുണ്ട്, വിശദമായ പട്ടികയും കൊടുത്തിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതം 2021-22 57,302 കോടി, 2022-23 46,490 കോടി കുറഞ്ഞു. ഈ വർഷം 2023-24 39,216 കോടി വീണ്ടും കുറഞ്ഞു. അപ്പൊ ഏതാണ്ട് 20,000 കോടിയുടെ കുറവ് നികുതിയിൽ മാത്രം ഉണ്ടായി എന്ന് മലയാള മനോരമ തന്നെ നവകേരള സദസ്സ് പകുതി പിന്നിട്ടപ്പോൾ വാർത്ത കൊടുക്കേണ്ടി വന്നു. ഇത്രകാലം കൊടുക്കാതെ മറച്ചുവെച്ചവരാണ്. ഇത്രകാലം ഇതൊരു പ്രധാന വാർത്തയായിരുന്നില്ല. നികുതിയിൽ മാത്രം 20,000 കോടി രൂപയുടെ കുറവ് കേരളത്തിന് ഉണ്ടായി എന്ന് അവർ സമ്മതിക്കുകയാണ്. 1-ാം പേജിലൊന്നും കൊടുത്തില്ലെങ്കിലും
അവർക്ക് ആ വാർത്ത കൊടുക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? ഈ കണക്കുകൾ ഗവൺമെന്റ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി ജനങ്ങൾ ഞങ്ങളെ ചോദ്യം ചെയ്യും. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് അത് വാർത്തയാകാത്തത് എന്ന ചോദ്യം വരും. നോക്കൂ, ഇത്രയും കാലം എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് പ്രതിപക്ഷം പറയുന്നത് എന്താണ്? കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. കേന്ദ്രം കുറ്റവാളിയല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയാണ്. കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുകയും ശ്വാസം മുട്ടിക്കുകയും ചെയ്യുന്ന കേന്ദ്രത്തെ ന്യായീകരിക്കുകയും കേരളത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ മനോരമ തന്നെ വീണ്ടും ഉദ്ധരിക്കാം. പ്രതിപക്ഷത്തിന് പ്രിയപ്പെട്ട പത്രമായതുകൊണ്ടാണ് ഞാൻ അത് ഉദ്ധരിക്കുന്നത്. ദേശാഭിമാനി എന്റെ കൈവശമുണ്ട്. അപ്പൊ ചോദിക്കും അത് ദേശാഭിമാനിയല്ലേ എന്ന്. പ്രതിപക്ഷത്തിനൊക്കെ പ്രിയപ്പെട്ട പത്രമാണല്ലോ. കണക്കെടുക്കാം. എന്താണ് മലയാള മനോരമ പറയുന്നത്? ചെലവിൽ കർശന നിയന്ത്രണം കൊണ്ടുവന്നതിനാൽ 18,685 കോടി സർക്കാരിന് ലാഭിക്കാനായി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും സർക്കാരിന് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനായതിന്റെ രഹസ്യവും CAG-യുടെ കണക്കിലുണ്ട്. മനസ്സിലായോ? മനോരമ രഹസ്യം കണ്ടുപിടിച്ചു. എന്താണ് രഹസ്യം? സർക്കാർ മെച്ചപ്പെട്ട പ്രകടനം നടത്തി. എപ്പോ? കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും സർക്കാർ മെച്ചപ്പെട്ട പ്രകടനം നടത്തി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും സർക്കാരിന് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനായതിന്റെ രഹസ്യവും CAG-യുടെ കണക്കിലുണ്ട്. എന്താണ്? കർശന ചെലവ് ചുരുക്കൽ നടത്തി. എന്താ പ്രതിപക്ഷം പറയുന്നത്? പ്രതിസന്ധിയുടെ കാരണം ധൂർത്താണ് എന്നാണ്. പ്രതിസന്ധിയുടെ കാരണം കേരളത്തിലെ സർക്കാരിന്റെ പിടിപ്പുകേടാണ് എന്നാണ്. അറിയാതെ വരികൾക്കിടയിൽ പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കുന്നവർക്ക് പോലും പറയേണ്ടി വരുന്നു കർശന ചെലവ് ചുരുക്കൽ ഈ സർക്കാർ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല അതിലൂടെയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും കേരളത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. ഇതാ വീണ്ടും പറയാണ്, കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാരിന് പിടിച്ചു നിൽക്കാനായത് നികുതി അടക്കമുള്ള വരുമാനങ്ങളിൽ ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ പ്രാഥമിക കണക്ക്. മനസ്സിലായോ? കേന്ദ്രം വെട്ടിക്കുറച്ചിട്ടാണ് പ്രതിസന്ധി ഉണ്ടായത്. കേന്ദ്രം കഴുത്തറപ്പൻ വെട്ടുവെട്ടിയത് കൊണ്ടാണ്, കടും വെട്ടുവെട്ടിയത് കൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് പ്രതിസന്ധി ഉണ്ടായത്. എന്നിട്ടും സർക്കാരിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് രണ്ട് കാര്യം കൊണ്ട്. ഒന്ന്, സ്വന്തം നികുതി വരുമാനം ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു, ലക്ഷ്യമിട്ടത് കൈവരിക്കാൻ കഴിഞ്ഞു. രണ്ട്, കർശനമായ ചെലവ് ചുരുക്കൽ നടത്തി. അങ്ങനെ നടത്തിയിട്ടാണ് സർക്കാർ കാര്യങ്ങൾ മുടക്കമില്ലാതെ കൊണ്ടുപോകുന്നത്. പക്ഷെയോ കേന്ദ്രം കൂടുതൽ കൂടുതൽ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഗത്യന്തരമില്ലാതെ സംസ്ഥാന സർക്കാരിന്, ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായ ഒരു സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു. കേരളത്തിന് അർഹമായ വിഹിതം വെട്ടിക്കുറച്ചതിനെതിരായി നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ, ഫെഡറൽ ചരിത്രത്തിൽ, ഭരണഘടനാ ചരിത്രത്തിൽ, നീതിന്യായ ചരിത്രത്തിൽ നിർണായകമായി തീരാവുന്ന ഒരു നീക്കം കേരള സർക്കാർ നടത്തിയിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞയാഴ്ച. ആ കേസ് ഫയൽ ചെയ്തതിന്റെ കൂടി പ്രകോപനമാണ് ഗവർണറുടെ പ്രകടനങ്ങളിൽ നമ്മൾ കാണുന്നത് എന്നോർക്കണം. കാരണം സുപ്രീം കോടതിയുടെ മുമ്പിൽ ഈ കേസ് വരുമ്പോ അത് കേന്ദ്രത്തെ പ്രതിക്കൂട്ടിലാക്കും. അതുകൊണ്ട് കേന്ദ്രം അയഞ്ഞു. നമ്മുടെ നവകേരള സദസ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് കൂടെ സുപ്രീം കോടതിയിൽ കേസ്. ഒരു ഭാഗത്ത് നിയമയുദ്ധം, മറുഭാഗത്ത് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പോരാട്ടം. ഇത് രണ്ടുമാണ് കേരളത്തിലെ സർക്കാർ ആസൂത്രണം ചെയ്തത്. അപ്പോഴോ അയഞ്ഞു. എന്താണ് ഉണ്ടായ മാറ്റം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. കേരളത്തിന്റെ കടത്തിന്റെ പരിധി വെട്ടിക്കുറച്ചത് ഇളവ് വരുത്തി കേന്ദ്ര ഗവൺമെന്റ്. കാരണം രണ്ട് ഭാഗത്തു നിന്നും ചോദ്യം വരാൻ തുടങ്ങി. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ചോദ്യം വരാൻ തുടങ്ങി, സുപ്രീം കോടതിയിൽ നിന്ന് ചോദ്യം വരും. അതുകൊണ്ട് അവര് നേരത്തെ വെട്ടിക്കുറച്ചതിൽ അല്പം ഇളവ് വരുത്തി. 3140 കോടി രൂപ അധികമായി കടമെടുക്കാൻ അനുവാദം കൊടുത്തു. കേന്ദ്രത്തിന് ഇഷ്ടം പോലെ കടമെടുക്കാം. കേന്ദ്രത്തിനോട് ആരും ചോദിക്കാനില്ല. അതിനു മുകളിൽ ആരും ഇല്ലല്ലോ. അവരോട് ആരും ചോദിക്കാനില്ല. ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമ്പോൾ ഇന്ത്യയുടെ കടം 55 ലക്ഷം കോടി. ഇപ്പോൾ ഇന്ത്യയുടെ കടം 156 ലക്ഷം കോടി. അതായത് 9 വർഷം കൊണ്ട് 101 ലക്ഷം കോടി അധികം കടഭാരമുണ്ടാക്കിയിട്ടുള്ള ഒരു ഗവൺമെന്റാണ് സംസ്ഥാനത്തോട് കടമെടുക്കരുത് എന്ന് പറയുന്നത്. കേന്ദ്രത്തിന്റെ കടം ദേശീയ വരുമാനത്തിന്റെ 59%. അതായത് 100 രൂപ കേന്ദ്രത്തിന് വരുമാനമുണ്ടെങ്കിൽ 59 രൂപ കടമാണ്. കേരളത്തിന്റെ എത്ര അനുപാതം? അത് 36 ആണ്. 100 രൂപ കേരളത്തിന് വരുമാനമുണ്ടെങ്കിൽ നമുക്ക് 36 കടമുള്ളൂ.
കേന്ദ്രത്തിനോ 100 രൂപയിൽ 59 രൂപയും കടമാണ്. ആ കേന്ദ്രമാണ് നമ്മളോട് പറയുന്നത് നിങ്ങൾ കടമെടുക്കരുത്, കാരണം അവർക്ക് അടുപ്പിലുമാകാം എന്നൊരു ചൊല്ലുണ്ട്. ആ ചൊല്ലിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് കേന്ദ്രം ഇഷ്ടം പോലെ കടം വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രം. ആ കേന്ദ്രം കേരളത്തോട് കടമെടുക്കരുത് എന്ന് പറയുന്നത്. കേരളം കടമെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈനംദിന ചെലവുകൾക്ക് വേണ്ടിയല്ല, നേരത്തെ പറഞ്ഞ വൻകിട പദ്ധതികൾക്ക് വേണ്ടിയാണ്. ദേശീയപാതയും മലയോര ഹൈവേയും തീരദേശ ഹൈവേയും ഡിജിറ്റൽ സയൻസ് പാർക്കും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും K-ഫോണും പോലുള്ള വൻകിട പദ്ധതികൾ, ലോക നിലവാരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ പണം വേണം. അതിനാണ് കടമെടുക്കുന്നത്. അങ്ങനെ കടമെടുത്ത് നിക്ഷേപിച്ചാൽ അത് സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തും. ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിക്കുമ്പോൾ, ദേശീയപാത വികസിക്കുന്ന സമയത്ത്, അതിവേഗത്തിൽ ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന സമയത്ത്, മലയോര ഹൈവേ പോലുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് നിക്ഷേപത്തെ ത്വരിതപ്പെടുത്തും, സാമ്പത്തിക വളർച്ചയെ ശക്തിപ്പെടുത്തും, വരുമാനം വർദ്ധിപ്പിക്കും. ആ വരുമാനം കൊണ്ട് കടം തിരിച്ചടയ്ക്കാൻ കഴിയും. കടമെടുക്കുന്നത് മുഴുവൻ മോശമായ കാര്യമല്ല, കടം എന്തിനു വിനിയോഗിക്കുന്നു എന്നതാണ് പ്രശ്നം. കടം ഭാവിയിലെ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള നിക്ഷേപമായിട്ടാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ആ കടം വരുമാനമുണ്ടാക്കും, അതിൽ നിന്ന് കടം തിരിച്ചടയ്ക്കാം. അപ്പൊ കേരളത്തിന്റെ ഭാവി സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത്. അവർക്ക് എത്രയും കടമെടുക്കാം, നമുക്ക് കടമെടുക്കാൻ പാടില്ല. അവർക്കെന്തുമാകാം, നമുക്കൊന്നും പാടില്ല. ഇതാണ് സമീപനം. ഇനി നികുതിയുടെ കണക്ക് കൂടിയെടുക്കണം. നമ്മൾ ചോദിക്കുന്നത് സഹായമല്ല. ചിലരൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ട്, കേന്ദ്രത്തിന്റെ സഹായം എന്തോ ചോദിക്കുകയാണ്. ഒരു സഹായവും വേണ്ട. കേരളത്തിലെ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോയത് കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടാൻ വേണ്ടിയിട്ടില്ല. ഒരു സഹായത്തിന്റെയും ആവശ്യം നമുക്കില്ല. നമ്മൾ അവരോട് ചോദിക്കുന്നത് അർഹമായ നികുതി വിഹിതം മാത്രമാണ്. എത്രയാണ് കേരളത്തിൽ നിന്ന്, വളരെ പ്രധാനപ്പെട്ട കണക്കാണ്, എത്രയാണ് കേരളത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ നികുതിയായിട്ട് പിരിക്കുന്നത് എന്നറിയാമോ? 66 ഈ വർഷം കേരളത്തിൽ നിന്ന് കേന്ദ്രം നികുതിയായി പിരിക്കുന്നത് 66,141 കോടി രൂപയാണ്. 66,141 കോടി രൂപ. എത്രയാണ് നമുക്ക് തിരിച്ചു തരുന്നത്? നികുതിയും മറ്റും ആയിട്ട് തിരിച്ചു തന്നത്, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വിഹിതമായിട്ടും തിരിച്ചു തന്നത് എത്രയാണ്? 34,289 കോടി. അപ്പൊ ബാക്കി 32,000 കോടി എവിടെ പോയി? ബാക്കി 32,000 കോടി ഇവിടെ നിന്ന് പിരിച്ചെടുത്ത നികുതിയുടെ പകുതിയോളം കേന്ദ്ര സർക്കാർ നമുക്ക് തരാതിരിക്കുന്നു. അതാർക്കാണ് കൊടുക്കുന്നത്? അത് UP-ക്ക്, ബീഹാറിന്, ആസാമിന്, ജാർഖണ്ഡിന്, ഒഡീഷയ്ക്ക് ഒക്കെ കൊടുക്കുന്നു. നമ്മളെക്കാൾ കൂടിയ ആനുപാതിക വിഹിതം, ജനസംഖ്യാനുപാതികമായി തന്നെ നമുക്ക് കിട്ടേണ്ടത് കിട്ടുന്നില്ല. അവർക്ക് ജനസംഖ്യാനുപാതികമായി കിട്ടേണ്ടതിന്റെ ഇരട്ടിയും ഇരട്ടിയിലധികവും കൊടുക്കുന്നു. UP-ക്ക് ജനസംഖ്യാനുപാതികമായി കിട്ടേണ്ടതിന്റെ ഇരട്ടിയാണ് കൊടുക്കുന്നത്. നമുക്ക് ജനസംഖ്യാനുപാതികമായി കിട്ടേണ്ടതിന്റെ പകുതിയാണ് തരുന്നത്. ഇതാണ് അന്യായം. കണക്കുകളുണ്ട്, എല്ലാ കണക്കും. 1-2 സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളൊരു ചാക്കോ മാഷായിട്ടുണ്ടല്ലോ എന്നാണ് ഒരാൾ എന്നോട് പറഞ്ഞത്. നമ്മുടെ മോഹൻലാലിന്റെ സിനിമയില് ചാക്കോ മാഷില്ലേ, അപ്പൊ അത് മേടിച്ചിട്ടാണ് ഈ കണക്ക് മുഴുവൻ ഇപ്പൊ പറയാത്തത്. അണാ പൈസ കണക്കുണ്ട് കേന്ദ്രം കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നത്. ജനസംഖ്യാനുപാതികമായി നമുക്ക് കിട്ടേണ്ടതിന്റെ പകുതി പോലും കിട്ടുന്നില്ല. UP-ക്കോ അവർക്ക് ജനസംഖ്യ അനുസരിച്ച് കിട്ടേണ്ടതിന്റെ ഇരട്ടി കിട്ടുന്നു. നമുക്ക് കിട്ടുന്നത് 19,662 കോടി നികുതി മാത്രം. UP-ക്ക് കിട്ടിയത് 2,44,000 കോടി. നമ്മുടെ ജനസംഖ്യ 3.5 കോടി, അവരുടെ ജനസംഖ്യ 23.5 കോടി. അവരുടെ ജനസംഖ്യ അനുസരിച്ച് അവർക്ക് കിട്ടേണ്ടത് 1,40,40,000 കോടി. കിട്ടിയത് 2,44,000 കോടി. ഇതാണ് വിവേചനം എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനെ നാം ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് കിട്ടേണ്ടത് കിട്ടാതിരിക്കുകയും അവർക്ക് ആനുപാതികമായി കിട്ടേണ്ടതിനേക്കാൾ കൂടുതൽ കൊടുക്കുകയും ചെയ്യുന്ന അനീതിയെ മാത്രമാണ് നാം ചോദ്യം ചെയ്യുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾക്കും നികുതി വിഹിതം കൊടുക്കണം, സർക്കാരിന്റെ ധനസഹായം കൊടുക്കണം, ഒരു സംശയവും വേണ്ട. പക്ഷേ ഒരു പന്തിയിൽ 2 തരത്തിൽ ഉള്ള വിളമ്പൽ പാടില്ല എന്നതാണ്. പക്ഷഭേദം പാടില്ല എന്നതാണ് പറയുന്നത്. എന്താണ് ഈ പക്ഷഭേദം കേരളത്തോട് കാണിക്കാൻ കാരണം? കേരളത്തോട് കാണിക്കാനുള്ള കാരണം നമ്മളോടുള്ള രാഷ്ട്രീയമായ വിരോധമാണ്. ഇപ്പൊ കേന്ദ്ര ധനകാര്യമന്ത്രി തന്നെ വന്ന് പറഞ്ഞു, നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം നിങ്ങളുടെ പാഴ്ചെലവാണ്. എന്നിട്ട് അവർ ചോദിച്ചു, എന്തിനാണ് 64 ലക്ഷം പേർക്ക് നിങ്ങൾ പെൻഷൻ കൊടുക്കുന്നത്? കേരളത്തിൽ 64 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്തിനാണ് 1,600 രൂപ 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും പെൻഷൻ കൊടുക്കുന്നത്? എന്തിനാണ്? രാജ്യത്ത് 60 വയസ്സ് കഴിഞ്ഞ അനേകം പേരുണ്ടല്ലോ, ആരെങ്കിലും പെൻഷൻ കൊടുക്കുന്നുണ്ടോ? കേന്ദ്രത്തിനെ കൊടുക്കുന്നത് അറിയോ? കേന്ദ്രത്തിന് കുറച്ചാൾക്കേ കൊടുക്കുന്നുള്ളൂ. കൊടുക്കുന്ന തുക തന്നെ മിനിമം 200,
അഗതികൾക്ക് 200, വിധവകൾക്ക് 300, 80 വയസ്സ് കഴിഞ്ഞാൽ 500, മിനിമം 200, മാക്സിമം 500. കേന്ദ്രമന്ത്രി ചോദിക്കുകയാണ്, ഞങ്ങൾ കൊടുക്കുന്ന മാക്സിമം തുകയേക്കാൾ 3 ഇരട്ടിയിലധികം നിങ്ങൾ കൊടുക്കുകയാണ് 1600. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പണം പാഴാക്കുന്നത്? ഈ പാഴ്ചെലവാണ് നിങ്ങളുടെ പ്രതിസന്ധിയുടെ കാരണം. 72,000 അല്ലേ ഞങ്ങൾ വീട് വെക്കാൻ കൊടുക്കുന്നത്, നിങ്ങൾ എന്തിനാണ് 4 ലക്ഷം കൊടുക്കുന്നത്? അത് വെട്ടിക്കുറച്ചാൽ നിങ്ങളുടെ പ്രതിസന്ധി പരിഹരിക്കാം. അതിന് കേരളത്തിന്റെ മറുപടി, നിങ്ങളുടെ വഴി വേറെ, ഞങ്ങളുടെ വഴി വേറെ. ഞങ്ങൾ പിന്തുടരുന്നത് ബദൽ സാമ്പത്തിക നയമാണ്, അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ജനങ്ങൾക്കുള്ള ഒരു ക്ഷേമാനുകൂല്യവും വെട്ടിക്കുറച്ചുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ സമീപനം, വ്യത്യസ്തമായ സമീപനം, ബദൽ നയം കേരളം സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയിലെ, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമായിട്ട് കേരളം മാറിയിട്ടുള്ളത്. ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം കേരളമായത് യാദൃശ്ചികമല്ല. 0.5%, 0.55% കേരളത്തിലെ അതിദരിദ്രർ. രാജ്യത്ത് 25%. ഈ നടപടികളുടെ ഫലമായിട്ടാണ് അങ്ങനെ കേരളത്തിന് മാറാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് രാജ്യത്ത് മുഴുവൻ അതുണ്ടാവുന്നത്? ദാരിദ്ര്യം ഇപ്പോഴും രൂക്ഷമാവുന്നത് അവിടെയുള്ള സമീപനം അതാണ് എന്നതുകൊണ്ടാണ്. ഇന്നത്തെ പത്രത്തിൽ വന്ന കണക്ക്, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഇന്നലെ വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക റിപ്പോർട്ടാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട്. മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന കഴിഞ്ഞ 9 കൊല്ലത്തെ കർഷക ആത്മഹത്യയുടെ കണക്കെടുത്താൽ പ്രതിദിനം 30 കൃഷിക്കാർ വീതം ആത്മഹത്യ ചെയ്യുന്നു എന്നർത്ഥം. 24 മണിക്കൂറിൽ 30 കൃഷിക്കാർ ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് ആത്മഹത്യ ചെയ്യുന്ന കൃഷിക്കാരന്റെ ശവപ്പറമ്പായി നമ്മുടെ രാജ്യം മാറുന്നു എന്നത് നാം പറയുന്നതല്ല, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ പറയുന്ന കണക്കാണ്. അതിൽ വേറൊന്നുകൂടി പറയുന്നുണ്ട്, കർഷക ആത്മഹത്യ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം LDF ഭരിക്കുന്ന ഈ കേരളമാണ് എന്ന് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പറയാണ്. 42% വർധനവ് UP-യിലുണ്ടായി. ഏറ്റവും കൂടുതൽ കർഷകാത്മഹത്യയുടെ വർധനവുണ്ടായത് ഉത്തർപ്രദേശിൽ 42%. പിന്നെ രണ്ടാമത് നിൽക്കുന്നത് മഹാരാഷ്ട്ര. കേരളത്തിൽ 30% കുറഞ്ഞു കർഷകാത്മഹത്യ. 30% കുറഞ്ഞു എന്നാണ് NCARBയുടെ, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക്. ചൂണ്ടിക്കാണിക്കുന്നത്. ആ നേട്ടം കൊണ്ടാണ് കോവിഡ് കാലത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞില്ലേ മറ്റു 2 മന്ത്രിമാർ, കോവിഡ് കാലത്ത് അമേരിക്കയിൽ പോലും ആളുകൾ പുഴുക്കളെ പോലെ മരിച്ചു വീണുകൊണ്ടിരുന്ന സമയത്ത് എങ്ങനെയാണ് കേരളം അതിജീവിച്ചത് എന്ന് നാം കാണുകയുണ്ടായി. ലോകം വാഴ്ത്തിയതാണ് കേരളത്തിന്റെ കോവിഡ് പ്രതിരോധത്തിന്റെ മാതൃകയെ. ഈ കാര്യത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിലെടുക്കും, വിദ്യാഭ്യാസം, ആരോഗ്യം, നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മേഖലകൾ, സാമൂഹ്യക്ഷേമം, കരുതൽ, എല്ലാ മേഖലകളിലും കേരളം രാജ്യത്തിന് മാതൃകയാണ്. അങ്ങനെ നടപടികൾ സ്വീകരിക്കുന്നത് കൊണ്ട് അതിന് സർക്കാർ പണം ചെലവഴിക്കുന്നുണ്ട്. അതാ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. അതിന് സർക്കാർ പണം ചെലവഴിക്കുന്നുണ്ട്. അത് നിങ്ങൾ വെട്ടിക്കുറച്ചാൽ നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാം എന്നാണ് കേന്ദ്രം പറയുന്നത്. കേരളം പറയുന്നത്, നിങ്ങൾ നൽകാൻ ബാധ്യതയുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കാതിരുന്നാൽ ഞങ്ങൾക്കൊരു പ്രതിസന്ധിയുമില്ല എന്നതാണ്.
കേരളം ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒറ്റ കാരണമേ ഉള്ളൂ, ഒരൊറ്റ പ്രതിയേയുള്ളൂ, അത് കേന്ദ്ര ഗവൺമെന്റാണ്. 57,400 കോടി രൂപ ഒറ്റ വർഷം വെട്ടിക്കുറച്ചിട്ടും കേരളം തല ഉയർത്തി നട്ടെല്ലിൽ നിവർന്നു നിൽക്കുകയാണ് എന്നതിന്റെ ഒരു കാരണം കേരളത്തിൽ LDF സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത് എന്നതാണ്. സാധാരണഗതിയിൽ ഒരു ഗവൺമെന്റ് തലകുത്തി വീടുമായിരുന്നു. 57,400 കോടി രൂപ ഒറ്റയടിക്ക് കുറച്ചാൽ ഒരു സംസ്ഥാനം ഇരുട്ടിലേക്ക് പോകുമായിരുന്നു, പ്രതിസന്ധിയുടെ അഗാധമായ തമോഗർത്തത്തിൽ പോയി പതിക്കുമായിരുന്നു. പക്ഷെ കേരളത്തിൽ അതുണ്ടായില്ല. അതുണ്ടാവാത്തതിന്റെ കാരണം നാം നമ്മുടെ സ്വന്തം വരുമാനം വർദ്ധിപ്പിച്ചു. കേന്ദ്രം ഞെരുക്കിയിട്ടും നാം പിടിച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് അതിനെതിരെ സുപ്രീം കോടതിയിൽ പോകാൻ തീരുമാനിച്ചത്. കേരളം ഇന്ന് സുപ്രീം കോടതിയിൽ പോയാൽ കേരളത്തെ പോലെ വിവേചനം നേരിടുന്ന മറ്റു ചില സംസ്ഥാനങ്ങൾ കൂടിയുണ്ട്, തമിഴ്നാടൊക്കെ പോലെ. അവർക്ക് കൂടി അത് ഒരു അനുഗ്രഹമായി പ്രയോജനമായിട്ട് മാറും. ചിലർ പറയുന്നുണ്ടല്ലോ നവകേരള സദസ്സിലൂടെ ഞങ്ങൾ ഇക്കാര്യം ജനങ്ങളോട് പറയുകയാണ്. ജനങ്ങളോട് മാത്രമല്ല പറയുന്നത്, സുപ്രീം കോടതിയോടും പറയുകയാണ്. ഒരു സംസ്ഥാനത്തെ ഇങ്ങനെ ദ്രോഹിക്കാമോ? ഇങ്ങനെ കടന്നാക്രമിക്കാമോ? ഇങ്ങനെ പക തീർക്കാമോ? അതാണ് കേരളം ഇതിലൂടെ ഉയർത്തുന്ന ചോദ്യം. ഒരു കാര്യം കൂടി നാം ഓർക്കണം, എന്തുകൊണ്ട് നമുക്ക് സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നു? നമ്മുടെ കാര്യം കേന്ദ്രത്തിൽ പോയി പറയേണ്ടവരാണ് നാം തെരഞ്ഞെടുത്തയക്കുന്ന MP-മാർ. അതിലൊരാൾ ശ്രീ A.M. ആരിഫ് ഇവിടെ ഇരിപ്പുണ്ട്, മറ്റൊരാൾ കോട്ടയത്ത്. ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേരുടെ ശബ്ദം ഉയരുന്നതും കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ MP-മാരുടെയും ശബ്ദം ഒറ്റക്കെട്ടായിട്ട് ഉയരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. 4.5 കൊല്ലം കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 18 MP-മാർ അനങ്ങാപ്പാറ നയമാണ് പാർലമെന്റിൽ സ്വീകരിച്ചത്. അവർ കേന്ദ്രത്തിന്റെ ഒപ്പം നിന്നു. കേന്ദ്രം കേരളത്തെ ശ്വാസം മുട്ടുമ്പോൾ അവര് ആഹ്ലാദിച്ചു. അവർ കരുതിയത് ഈ സർക്കാരിനെയല്ലേ ശ്വാസം മുട്ടിക്കുന്നത്. യഥാർത്ഥത്തിൽ കേന്ദ്രം ആരെയാണ് ശ്വാസം മുട്ടിക്കുന്നത്? ഈ സർക്കാരിനെയല്ല, 3.5 കോടി മലയാളികളെയാണ് ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. 3.5 കോടി മലയാളികളെ കേന്ദ്രം ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ, റോമാ നഗരം കത്തിയെരിഞ്ഞപ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയെ പോലെ വീണ വായിച്ചിരുന്നവരാണ് കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയ 18 MP-മാർ. ഇപ്പോ അവർക്കും ഒരു ഇളക്കം വന്നു, നവകേരള സദസ്സ് വന്നു. ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ സമക്ഷം പറയാൻ തുടങ്ങി. ജനങ്ങളിൽ നിന്ന് ചോദ്യമുയരുമെന്ന ഭീതി വന്നു. തെരഞ്ഞെടുപ്പ് വരാറായി. അതുകൊണ്ട് ഒരു UDF MP കഴിഞ്ഞ ദിവസം കൊണ്ടുപോയിട്ട് ഒരു നോട്ടീസ് കൊടുത്തു. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ വിവേചനം ചർച്ച ചെയ്യണം. നോട്ടീസ് കൊടുക്കാൻ 4.5 വർഷം കാത്തിരിക്കേണ്ടി വന്നു. 4.5 വർഷം. ഒരു നോട്ടീസെങ്കിലും കൊടുക്കാൻ നവകേരള സദസ്സ് കൊണ്ട് അവരെ കൊണ്ടൊരു നോട്ടീസ് കൊടുപ്പിക്കാനായി. മലയാളിയുടെ എല്ലാ വികസന സ്വപ്നങ്ങളെയും മണ്ണിലിറക്കിയ, കേരളത്തിന് വികസനത്തിന്റെ പുതിയ ആകാശവും പുതിയ ഭൂമിയും സമ്മാനിച്ച സംഗ്രാമധീരത ശ്രീ പിണറായി വിജയൻ, കേരളത്തിന്റെ അത്രമേൽ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാന്യനായ ശ്രീ പിണറായി വിജയൻ ഇതാ നിങ്ങളുടെ ഹൃദയാരവങ്ങൾക്ക് അകമ്പടിയായി കടന്നു വരുന്നു. ഓണാട്ടുകരയുടെ മണ്ണിലേക്ക് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇതാ കടന്നു വരികയാണ്. കരുനാഗപ്പള്ളിയുടെ ഹർഷാരവങ്ങൾ ഏറ്റുവാങ്ങി ശ്രീ പിണറായി വിജയനും മന്ത്രിമാരും ഇതാ കടന്നു വരുന്നു.
കരുനാഗപ്പള്ളിയുടെ മണ്ണിലേക്ക് ഇതാ കേരളത്തിന്റെ മുഖ്യമന്ത്രി കടന്നു വരുന്നു. കേരളത്തിന്റെ മന്ത്രിസഭ കടന്നു വരുന്നു. ഓണാട്ടുകരയുടെ ഹൃദയാരവങ്ങൾ ഏറ്റുവാങ്ങി കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇതാ കരുനാഗപ്പള്ളിയിലേക്ക് കടന്നു വരികയാണ്. ഇവിടെ തടിച്ചു കൂടിയ ആയിരങ്ങളെ സാക്ഷി നിർത്തി ഓണാട്ടുകരയുടെ ഹൃദയാരവങ്ങൾ ഏറ്റുവാങ്ങി കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഇതാ കടന്നു വരുന്നു. കേരളത്തിന്റെ മന്ത്രിസഭ ഇതാ കടന്നു വരുന്നു. ജനക്ഷേമത്തിന്റെ വികസനത്തിന്റെ പുത്തൻ മാതൃകകൾ തീർത്ത കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ഇതാ കരുനാഗപ്പള്ളിയുടെ മണ്ണിലേക്ക് കടന്നു വരികയാണ്. ഇതാ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും കരുനാഗപ്പള്ളിയുടെ മണ്ണിലേക്ക് കടന്നു വരികയാണ്. ഓണാട്ടുകരയുടെ ഹൃദയാരവങ്ങൾ ഏറ്റുവാങ്ങി ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ അംഗങ്ങളും ഇതാ കരുനാഗപ്പള്ളിയിലേക്ക് കടന്നു വരുന്നു. ഇവിടെ തടിച്ചുകൂടിയ ആയിരങ്ങളുടെ ഹൃദയാരവങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിതാ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ വേദിയിലേക്ക് കടന്നെത്തുകയാണ്. കരുനാഗപ്പള്ളി കാത്തിരുന്ന അസുലഭമായ നിമിഷങ്ങൾക്ക് കരുനാഗപ്പള്ളി സാക്ഷ്യം വഹിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾക്ക് കരുനാഗപ്പള്ളി സാക്ഷ്യം വഹിക്കുകയാണ്. ജനാധിപത്യത്തിൽ അതിന്റെ യഥാർത്ഥ യജമാനന്മാരായ ജനങ്ങളെ തേടി ഇതാ ഭരണകൂടമെത്തുന്നു. കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രിമാരും ഇതാ കടന്നു വരുന്നു. ആയിരങ്ങളെ സാക്ഷി നിർത്തി കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഇതാ കടന്നു വരുന്നു. കേരളത്തിന്റെ ജനകീയ മുഖ്യമന്ത്രി അതാ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. കേരളത്തിന്റെ ജനകീയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കരുനാഗപ്പള്ളി നവകേരള സദസ്സിന്റെ വേദിയിലേക്ക് കടന്നു വരുന്നു. കേരളത്തിന്റെ ജനകീയ മുഖ്യമന്ത്രിക്ക് കരുനാഗപ്പള്ളി നവകേരള സദസ്സിലേക്ക് സ്വാഗതം. കരുനാഗപ്പള്ളി നൽകി ആവേശോജ്വലങ്ങളായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഹൃദയാരവങ്ങൾ ഏറ്റുവാങ്ങി മുഖ്യമന്ത്രി ഇതാ വേദിയിലേക്ക് എത്തുകയാണ്. ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ ബഹുമാന്യനായ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ആന്റണി രാജുവിനെ ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാലിനെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന പോർട്ട് മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ അഹമ്മദ് ദേവർഗോവലിനെ സ്നേഹത്തോടെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ K രാധാകൃഷ്ണൻ അവരുടെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
സംസ്ഥാന നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവിനെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചെഞ്ചുറാണിയെ സ്നേഹത്തോടെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സംസ്ഥാന സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവനെ സ്നേഹത്തോടെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസിനെ ഏറെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദിനെ ഏറെ സ്നേഹത്തോടെ ഈ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷിനെ ഏറെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് ഭക്ഷ്യവകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിലിനെ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ആർ ബിന്ദുവിനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനെ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന സ്പോർട്സ് വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുൾ റഹ്മാനെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന ചീഫ് സെക്രട്ടറി ശ്രീ വി വേണു IAS ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യോഗത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ ജനകീയ മുഖ്യമന്ത്രി ആരാധ്യനായ സഹ പിണറായി വിജയൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, നവകേരള സദസ്സിൻ്റെ ഭാഗമായുള്ള എല്ലാ വിശദാംശങ്ങളും ഇവിടെ സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയും ഇനി സംസ്ഥാനം മുന്നോട്ട് നീങ്ങേണ്ടതിൻ്റെ ആവശ്യകതയും അതിനായി സംസ്ഥാനം സ്വീകരിക്കുന്ന നടപടികളും ജനസമക്ഷം അവതരിപ്പിക്കുക എന്നതാണ് ഒരു ഭാഗം. അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി സ്വീകരിക്കുന്ന നടപടികൾക്ക് വലിയ തടസ്സം വരുന്നുണ്ട്. ആ തടസ്സം നമ്മെ സഹായിക്കാൻ ബാധ്യപ്പെട്ട കേന്ദ്ര സർക്കാരിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ആ കാര്യം ജനസമക്ഷം അവതരിപ്പിക്കുക. ഇതിനാണ് നവകേരള സദസ്സ് സംഘടിപ്പിച്ചത്. 32ാമത്തെ ദിവസമാകുന്നു ഈ നവകേരള യാത്ര മഞ്ചേശ്വരത്ത് നിന്ന് പ്രയാണം ആരംഭിച്ചിട്ട്. 32ാമത്തെ ദിവസത്തെ ആദ്യത്തെ പരിപാടിയാണിത്.
ഈ അവസ്ഥ ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് ഒരു ഭേദചിന്തയുമില്ലാതെ എല്ലാവരും ഒന്നിച്ചണിനിരന്ന് കേരളത്തിൻ്റെ പ്രശ്നം അവതരിപ്പിക്കുകയും കേരളത്തിൻ്റെ വികസനം തടയരുത്, തടയാൻ അനുവദിക്കില്ല എന്ന ജനവികാരം പ്രകടിപ്പിക്കുകയുമാണ് ഈ പരിപാടിയിലൂടെ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം UDF ഈ പരിപാടിയുടെ പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ ഞങ്ങൾ ഇതുമായി സഹകരിക്കില്ല എന്നും ഞങ്ങൾ ബഹിഷ്കരിക്കുമെന്നും പ്രഖ്യാപിക്കുകയുണ്ടായി. നമ്മുടെ നാടിൻ്റെ ഭാവി പ്രധാനമാണെന്ന് കാണുന്ന ഒരു കൂട്ടർക്കും സ്വീകരിക്കാൻ കഴിയാത്ത നിലയാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷ നേതാവും സ്വീകരിച്ചത് എന്നതാണ് വസ്തുത. പക്ഷേ നാം കാണേണ്ട ഒരു കാര്യം, നമ്മുടെ നാട് കുറേ കാലമായി ഈ സമീപനം കാണുകയാണ്. എല്ലാറ്റിലും നിഷേധ സമീപനം സ്വീകരിക്കുക. അത് ഇപ്പോൾ തുടങ്ങിയതല്ല. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴേ ഈ സമീപനം കോൺഗ്രസ് സ്വീകരിച്ചു വരികയാണ്. അവർക്ക് കേരളത്തിൽ ജനവിധി അംഗീകരിക്കാൻ കഴിയുന്നില്ല. തങ്ങളല്ലാത്ത ഒരു കൂട്ടരെ ജനങ്ങൾ അധികാരത്തിലേറ്റിയത് തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് തുടക്കം മുതൽ സ്വീകരിച്ചു വരുന്നത്. ഇത് 2016 ഗവൺമെൻറ് കാലെടുത്താൽ സാധാരണ നടപടികളും അതുമായി ബന്ധപ്പെട്ട വിയോജിപ്പിൻ്റെയും പ്രശ്നങ്ങൾ നിരവധിയാണ്. ഇപ്പോൾ ആദ്യം നമ്മുടെ നാടിൻ്റെ വികസനം 2016 വല്ലാതെ തകർന്നു കിടക്കുകയായിരുന്നല്ലോ എല്ലാ മേഖലയും. അപ്പോൾ നാടിനെ എല്ലാ മേഖലയിലും മുന്നോട്ട് നയിക്കണം. അതിന് പ്രധാന തടസ്സം നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക നില കൂടിയാണ്. അതോടൊപ്പം 2011-16 കാലത്തെ UDF സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത അത് നാടിനെ പുറകോട്ടടിപ്പിച്ചതായിരുന്നു. 2016 LDF സർക്കാരിനെ ജനങ്ങൾ അധികാരത്തിലേറ്റിയതോടെ ആ കെടുകാര്യസ്ഥത എന്ന ഭാഗം ഒഴിവാകുകയും കാര്യക്ഷമമായി കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന നിലയുണ്ട് എന്ന് ജനങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടു. ആ ഘട്ടത്തിൽ നാടിൻ്റെ ഒരു പ്രശ്നമായി വന്നത് നമ്മുടെ ബജറ്റിലൂടെ മാത്രം നമ്മുടെ ആവശ്യങ്ങളാകെ നിറവേറ്റാൻ കഴിയില്ല. അതിനുവേണ്ടി ധനസ്രോതസ് വേറൊന്ന് കണ്ടെത്തണം. അതിൻ്റെ ഭാഗമായാണ് കിഫ്ബിയെ പുനർജീവിപ്പിക്കാൻ തീരുമാനിച്ചത്. കിഫ്ബിയുടെ നിർദ്ദേശം വന്നപ്പോൾ
എത്ര കടുത്ത എതിർപ്പാണ് അന്നത്തെ കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായത്. നഖശികാന്തം എതിർക്കുകയായിരുന്നു. പരിഹാസം, പുച്ഛം എല്ലാം ചേർത്തുകൊണ്ടുള്ള എതിർപ്പ്. എന്തിനായിരുന്നു അത്? വേറൊന്നിനുമല്ലല്ലോ, നാടിൻ്റെ വികസനത്തിന് വേണ്ടിയാണല്ലോ. അന്ന് ഗവൺമെൻറ് പറഞ്ഞത് നമുക്ക് ഈ നാടിൻ്റെ വിവിധ മേഖലകൾ അഭിവൃദ്ധിപ്പെടുത്തണം, അതിന് വിവിധ പദ്ധതികൾ നടപ്പാവണം. 50,000 കോടി രൂപയുടെ പദ്ധതി ഈ 5 വർഷക്കാലം കൊണ്ട് കിഫ്ബി മുഖേന ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്താ എതിർപ്പ്? മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം. എവിടുന്ന് പണം കിട്ടും? എന്ത് കണ്ടാണ് ഇതിന് പുറപ്പെട്ടിരിക്കുന്നത്? ഇത് ആളുകളെ പറ്റിക്കാനല്ലേ? അങ്ങനെ സാധാരണ കോൺഗ്രസ് നേതാക്കൾ പറയുന്ന എല്ലാ കാര്യങ്ങളും വെച്ച് സർക്കാരിനെ ആക്ഷേപിക്കാൻ പുറപ്പെട്ടു. എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആ പറഞ്ഞത് എന്താണോ അത് തന്നെ നടപ്പായി. 2021 5 വർഷമായല്ലോ. 5 വർഷമായപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് 50,000 കോടി രൂപയുടെ പദ്ധതികളല്ല, 62,000 കോടി രൂപയുടെ പദ്ധതികൾ കേരളത്തിൽ നടപ്പായതാണ്. ഇതാണ് നമ്മുടെ അനുഭവം. എന്തിനാണ് അതിന് എതിർത്തത്? ഈ കേരളത്തോട് തെല്ലെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിന് എതിർക്കേണ്ട കാര്യമുണ്ടോ? ഇതാണ് കോൺഗ്രസിൻ്റെ ശൈലി. നമ്മുടെ നാടിനെതിരായൊരു മനോഭാവം രൂപപ്പെട്ടിരിക്കുന്നു. അതാണ് പ്രകടമാവുന്നത്. ഇനി വേറൊരു ഘട്ടം എടുക്കുക. ആ 2016 ഗവൺമെൻറ് കാലത്ത് ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നല്ലോ. ഏതെല്ലാം തരത്തിലുള്ളത്? 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയം നാടിനെ അങ്ങ് തകർത്തടിക്കുന്നു. അപ്പോൾ തകർത്തടിഞ്ഞു പോകും എന്ന നിലയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. നമ്മളെ സ്നേഹിക്കുന്നവരെല്ലാം വല്ലാതെ വേദനിച്ചൊരു ഘട്ടം, ഇങ്ങനെയൊരു ദുർഗതി കേരളത്തിന് വന്നല്ലോ എന്ന്. പക്ഷേ നാം ആ ഘട്ടത്തിൽ കരഞ്ഞിരിക്കുകയല്ല ചെയ്തത്. തലയിൽ കൈവച്ച് കരഞ്ഞിരുന്നുകൊണ്ട് കാര്യമില്ലല്ലോ. നമുക്ക് മുന്നോട്ട് പോകണ്ടേ? നമ്മുടെ നാടിനെ പൂർണ്ണ തകർച്ചയിലേക്ക് തള്ളിവിടാൻ പാടില്ലല്ലോ. തകരുന്ന ഭാഗങ്ങളെ പുനരുദ്ധരിച്ച് നാടിനെ തന്നെ ഉയർത്തിക്കൊണ്ടുവരണമല്ലോ. അതിനുള്ള ശ്രമമാണല്ലോ നമ്മൾ നടത്തിയത്. നമ്മൾ പറഞ്ഞു, നാടിനെ പുനർനിർമ്മിക്കേണ്ടത് പുനർനിർമ്മിക്കും. പക്ഷേ നേരത്തെയുള്ള തകർന്നുപോയ അതേ കാര്യം അതേ രീതിയിൽ നിർമ്മിക്കലല്ല. ഇനിയൊരു പ്രകൃതി ദുരന്തമുണ്ടായാൽ തകർന്നു പോകാത്ത നിർമ്മിതികളാണ് ഉദ്ദേശിക്കുന്നത്. ആ തരത്തിലുള്ള നടപടികളുമായി നാം മുന്നോട്ട് പോയി. ആ സന്ദർഭത്തിൽ നമുക്ക് വന്ന ദുരന്തം നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും ഈ രീതിയിൽ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ ആ നാടിനെ സഹായിക്കാൻ പ്രത്യേക പാക്കേജ് കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിരുന്നു. പക്ഷേ നമുക്കായപ്പോൾ പ്രത്യേക പാക്കേജില്ല. പാക്കേജില്ലെങ്കിൽ വേണ്ട, അർഹതപ്പെട്ടത് തരണ്ടേ? അർഹതപ്പെട്ടതും തരാൻ തയ്യാറായില്ല. അത് വിചിത്രമായ സംഭവമായിരുന്നു. ഇതുപോലെ ദുരന്തമനുഭവിക്കുന്ന ഒരു നാടിന് അർഹതപ്പെട്ടത് നിഷേധിക്കുക, അതായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം. അപ്പോൾ ചില രാഷ്ട്രങ്ങൾ, നമ്മുടെ നാടിനെ സ്നേഹിക്കുന്നവർ,
നാടിനെ അടുത്തറിയാവുന്നവർ അവര് ഞങ്ങൾ കേരളത്തെ സഹായിക്കാൻ തയ്യാറാണ് എന്നറിയിക്കുന്നു. സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ആ അറിയിപ്പെത്തുന്നു. കേന്ദ്ര ഗവൺമെൻറ് എന്താ സമീപനം എടുത്തത്? ഞങ്ങളൊരു സഹായവും സ്വീകരിക്കില്ല. എന്താണ് അങ്ങനെയൊരു നില? നമ്മളാണോ നമ്മൾ ആദ്യമായിട്ട് പ്രകൃതി ദുരന്തം ഏറ്റുവാങ്ങിയൊരു സംസ്ഥാനമാണോ? എവിടെയെല്ലാം നേരത്തെ അവിടങ്ങളിലെല്ലാം ഇതേ സമീപനമായിരുന്നോ? എല്ലാറ്റിൻ്റെയും പരിശോധനയിലേക്ക് നമ്മൾ പോകണ്ട. ഗുജറാത്ത് നേരത്തെ പ്രകൃതി ദുരന്തം ശക്തമായി ഏറ്റുവാങ്ങേണ്ടി വന്നൊരു സംസ്ഥാനമായിരുന്നു. അന്ന് അവിടെ മുഖ്യമന്ത്രിയായിരുന്നത് ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ആ പ്രകൃതി ദുരന്തത്തിനിരയായ ഗുജറാത്തിനെ സഹായിക്കുന്നതിന് അന്താരാഷ്ട്ര സഹായം സ്വീകരിച്ചു. അന്നത്തെ അവിടുത്തെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ കേരളം നേരിട്ട ദുരന്തത്തിന് അന്താരാഷ്ട്ര തലത്തിൽ സഹായിക്കാൻ ചില രാജ്യങ്ങൾ തയ്യാറായപ്പോൾ ഞങ്ങളൊരു സഹായവും സ്വീകരിക്കില്ല എന്ന് ഇന്ത്യ ഗവൺമെൻറ് മറുപടി പറയുന്നു. എത്ര മാത്രം വിവേചനപരമായാണ് കേരളത്തെ സമീപിക്കുന്നത് എന്നല്ലേ ഇത് കാണിക്കുന്നത്? ഇതേ ഘട്ടത്തിൽ വിദേശ രാഷ്ട്രങ്ങളിൽ കഴിയുന്ന നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ അവർ കേരളത്തെ സഹായിക്കാൻ മനസ്സ് കാണിക്കുന്നു. ഞങ്ങൾ നല്ല രീതിയിൽ സഹായിക്കാൻ പറ്റും, നിങ്ങളാരെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു മന്ത്രി ഇങ്ങോട്ട് വന്നാൽ അത് ഞങ്ങൾക്ക് കൂടുതൽ സഹായകമാവും ഈ പ്രവർത്തനത്തിന്. അയക്കാൻ തീരുമാനിച്ചു. കേന്ദ്രത്തോട് അനുമതി ചോദിച്ചു. കേന്ദ്ര അനുമതി വേണം മന്ത്രി പോകാൻ. കേന്ദ്രം പറഞ്ഞു പാടില്ല, അനുമതി നിഷേധിക്കുന്നു. എന്താണത്? ഇത് കേന്ദ്രത്തിന്റെ സമീപനം. എന്താണ് നമ്മുടെ കോൺഗ്രസ് ഇവിടെ ചെയ്തത്? UDF ഇവിടെ ചെയ്തത്? നമ്മുടെ കേരളത്തിലെ കിട്ടേണ്ട കാര്യങ്ങൾ അർഹമായത് കിട്ടുന്നില്ല എന്ന് വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ കോൺഗ്രസോ UDFോ തയ്യാറായോ? പ്രത്യേക പാക്കേജ് നമുക്ക് അനുവദിക്കാതിരുന്നതിനെതിരെ അക്ഷരമെങ്കിലും സംസാരിച്ചോ? എന്തുകൊണ്ടാണ് അവർക്ക് കഴിയാത്തത്? പ്രവാസി സഹോദരങ്ങൾ നമ്മളെ സഹായിക്കാൻ തയ്യാറായി. ആ സഹായം സ്വീകരിക്കാൻ മന്ത്രിമാർ പോകാൻ നിശ്ചയിച്ചത് തടഞ്ഞപ്പോ നന്നായി എന്ന സമീപനല്ലേ ഇവിടുത്തെ കോൺഗ്രസ് സ്വീകരിച്ചത്? എന്തേ അതിനെ എതിർക്കാൻ അവർക്ക് കഴിയാതിരുന്നത്? ഇതാണല്ലോ ഇവർ സ്വീകരിച്ചു വരുന്ന സമീപനം. ഇതൊരു തവണയല്ല, എല്ലാ ഘട്ടത്തിലും ഈ സമീപനമാണ് സ്വീകരിക്കുന്നത്. BJP നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ ഗവൺമെന്റ് അവര് സ്വീകരിക്കുന്ന നില കേരള വിരുദ്ധമായ നിലയാണ്. ആ കേരള വിരുദ്ധമായ നില അതേപോലെ തന്നെ കോൺഗ്രസും സ്വീകരിക്കുക, ഏക മനസ്സായി മാറുന്നു. എന്താണ് ഇതിന് ശേഷമുള്ള നമ്മുടെ അനുഭവം? ഇപ്പൊ UDFനെ കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത്. കോവിഡിന്റെ ഘട്ടം നമ്മൾ സാമ്പത്തിക പ്രയാസം രാജ്യമാകെ ഉണ്ടായി, നമുക്കും ഉണ്ടായി. രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിൽ ശമ്പളം, പെൻഷൻ ഇതൊന്നും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. നമ്മളതെല്ലാം കൃത്യമായി കൊടുത്തു വന്നു. പക്ഷേ കടുത്ത സാമ്പത്തിക വിഷമം. അപ്പോൾ സർക്കാർ ജീവനക്കാരോട് ഒരു അഭ്യർത്ഥന നടത്തി. ഈ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ഘട്ടത്തിൽ നിങ്ങളൊരു വായ്പ തരണം. എല്ലാ സർക്കാർ ജീവനക്കാരോടുമുള്ള അഭ്യർത്ഥന. ഒരു മാസത്തെ നിങ്ങളുടെ ശമ്പളം
വായ്പയായി നൽകുക. ഒന്നിച്ചു തരാൻ കഴിയാത്തവർ ഗഡുക്കളായി തന്നാൽ മതി. ജീവനക്കാർക്ക് സന്തോഷം. ഇതുപോലൊരു ഘട്ടത്തിൽ സർക്കാരുമായി സഹകരിക്കാൻ സന്തോഷം. അപ്പോഴതാ കോൺഗ്രസിന്റെ പ്രഖ്യാപനം വരുന്നു. സാലറി ചാലഞ്ച് എന്നാണല്ലോ അതിന് പേരിട്ടിരുന്നത്. ഈ സാലറി ചാലഞ്ചുമായി ഞങ്ങൾ സഹകരിക്കില്ല. എന്താണ് അങ്ങനെയൊരു നിലപാടെടുക്കാൻ കാരണം? നമ്മുടെ നാടിനു വേണ്ടി ഒരു നിലപാട് സർക്കാർ എടുക്കുമ്പോൾ അതിനെ കണ്ണടച്ചെതിർക്കുന്ന സമീപനം എന്തുകൊണ്ട് സ്വീകരിക്കുന്നു? ഇതാണല്ലോ നമ്മുടെ അനുഭവം. കോൺഗ്രസും UDF-ഉം എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ലേ കാണിക്കുന്നത്. കോടതിയിലും പോയി ഇതിനെ ചോദ്യം ചെയ്യാൻ. ഇതാണ് നേരത്തെ മുതലുള്ള അനുഭവം. ഒരുപാട് അനുഭവങ്ങൾ, എല്ലാറ്റിനെയും എതിർക്കുന്ന സമീപനം, ഒന്നുമായും സഹകരിക്കാത്ത സമീപനം. ഇതാണ് കോൺഗ്രസും UDF-ഉം സ്വീകരിച്ചു വന്നത്. ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നം എന്താ? ഇപ്പോൾ കേരളം, നമ്മുടെ നാട് യഥാർത്ഥത്തിൽ സാമ്പത്തിക പ്രയാസം അനുഭവിക്കേണ്ട നാടല്ല. ഇപ്പൊ കഴിഞ്ഞ 7 വർഷത്തെ നമ്മുടെ അനുഭവമെടുത്താൽ 2016 ശേഷം നമ്മുടെ ആഭ്യന്തര വളർച്ചാ നിരക്ക് 8% വർദ്ധിച്ചത്. നല്ല വർധനവ്. സാധാരണഗതിയിൽ എടുത്തു പറയത്തക്ക വർധനവ്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ തനത് വരുമാനം 2016 ശേഷം എടുത്താൽ 41% വർധനവാണ് ഉണ്ടായത്. കേരളത്തിന്റെ നേട്ടമല്ലേ ഇത് കാണിക്കുന്നത്? കേരളത്തിലെ ഗവൺമെന്റിന്റെ കാര്യക്ഷമമായ ധനകാര്യ മാനേജ്മെന്റിന്റെ പ്രത്യേകതയാണല്ലോ ഇത് കാണിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നല്ല രീതിയിൽ നമ്മുടെ നാടിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. 2016 ഏകദേശം 5,60,000 കോടി രൂപയായിരുന്നു നമ്മുടെ ആഭ്യന്തര ഉൽപാദനം. അത് 2023 ആകുമ്പോഴേക്കും ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് എത്രയായി? 10,17,000 കോടിയായി. 5 ലക്ഷം കോടിയിൽ നിന്ന് 10 ലക്ഷം കോടിയിലേക്ക് വർദ്ധിച്ചു. ഇതിനു പുറമെയാണ് നമ്മുടെ ആളോഹരി വരുമാനം, പ്രതിശീർഷ വരുമാനം വലിയ വർധനവ് നേടാൻ നമുക്ക് കഴിഞ്ഞു. 1,48,000 രൂപയായിരുന്നു 2016. ഇന്ന് 2,28,000 രൂപയാണ്. രാജ്യത്ത് പ്രതിശീർഷ വരുമാനം ഈ തോതിൽ വർദ്ധിപ്പിച്ചത് അപൂർവ സംസ്ഥാനങ്ങൾ മാത്രമാണ്. അതിലൊന്ന് കേരളമാണ്. ഇതെല്ലാം കാണിക്കുന്നത് എന്താ? നമ്മുടെ നാടിന് ഒരു തരത്തിലുള്ള സാമ്പത്തിക പ്രയാസവും അനുഭവിക്കേണ്ടതില്ല എന്നാണ് കാണിക്കുന്നത്. പക്ഷേ കടുത്ത സാമ്പത്തിക പ്രയാസം നമ്മൾ അനുഭവിക്കുന്നു. എന്താ കാരണം? നമ്മൾ ഈ നേട്ടമൊക്കെ ഉണ്ടാക്കി. സർക്കാരിൻ്റെ വരുമാനം ഇതുമാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ട വരുമാനമുണ്ട്. വിവിധ തരത്തിൽ നൽകേണ്ടത് നികുതി വിഹിതം, നമ്മുടെ റവന്യൂ കമ്മി ഗ്രാന്റ്, ഇതെല്ലാം ഒരു മാനദണ്ഡവുമില്ലാതെ വെട്ടിക്കുറച്ചു. നമ്മുടെ സംസ്ഥാനവും കേന്ദ്രവും കൂടി നടപ്പാക്കുന്ന പദ്ധതികളുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള നമുക്ക് ലഭിക്കേണ്ട തുക അത് നമ്മൾ ചെലവിട്ട് കഴിഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ടതാണ്. മിക്കതും അതാണ്. 5,000 കോടിയിൽ പരം രൂപ
കേന്ദ്ര ഗവൺമെന്റ് കയ്യിലാണ്, കിട്ടിയിട്ടില്ല. ഇതിനെല്ലാം പുറമെയാണ് നമ്മൾ എടുക്കുന്ന കടത്തിലുള്ള ഇടപെടൽ. സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള അധികാരം ഭരണഘടന ഉറപ്പു നൽകുന്നതാണ്. സാമ്പത്തിക രംഗത്ത് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സംസ്ഥാനത്തിന് അധികാരമുണ്ട്. ഭരണഘടനാ വിരുദ്ധമായാണ് കേന്ദ്ര ഗവൺമെന്റ് ഇടപെടുന്നത്. അവര് ആ അധികാരം കയ്യിലെടുക്കുന്നു. നിയമവിരുദ്ധമായി നമ്മുടെ കടമെടുപ്പ് പരിധി കുറക്കുന്നു. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. സംസ്ഥാന നിയമസഭയുടെ അധികാരത്തിലടക്കം കൈകടത്തുകയാണ്. അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നേരത്തെ പറഞ്ഞ കിഫ്ബി, ആ കിഫ്ബിയുടെ കടം നിങ്ങളുടെ സംസ്ഥാന ഗവൺമെന്റ് കടമായി പരിഗണിക്കുമെന്ന് പറയുന്നു. 600 രൂപയുണ്ടായിരുന്ന പെൻഷൻ 1600 രൂപയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. 62 ലക്ഷം പേർക്ക് അത് എത്തുന്നു. അതിന് പെൻഷൻ കമ്പനി രൂപീകരിച്ച് മാസം തോറും പെൻഷൻ കൊടുക്കാൻ നടപടി സർക്കാർ സ്വീകരിച്ചു. അപ്പോഴതാ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു, ഈ പെൻഷൻ കമ്പനി എടുക്കുന്ന കടവും നിങ്ങളുടെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തും. അപ്പോൾ കേരളത്തെ ശ്വാസം മുട്ടിക്കലാണ്. ആ ശ്വാസം മുട്ടിക്കലിന്റെ വലുപ്പം എത്രത്തോളാണ്? നമ്മുടെ കയ്യിൽ കിട്ടേണ്ട തുകയിൽ എത്രയാ കുറവ് വരുന്നത്? 5-10 കോടിയല്ല, 100-200 കോടിയല്ല, 1000-10,000 കോടിയല്ല, 1,07,500 കോടിയിൽ പരം രൂപ ഈ 2016 ശേഷം നമ്മുടെ സംസ്ഥാനത്തിന്റെ കയ്യിൽ എത്തേണ്ടത് എത്താതായിരിക്കുന്നു. ഇതാണ് സ്ഥിതി. ഇത് ജനങ്ങളോട് പറയുന്നു. അതിനു പുറമെ നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ തത്വത്തിൽ ലംഘനമാണ് വന്നിട്ടുള്ളത്. അതിനെതിരെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കുന്നു. പ്രതിപക്ഷത്തോട് ആ ഘട്ടത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിച്ചു, നിങ്ങൾ നവകേരള സദസ്സ് ബഹിഷ്കരിച്ചു. ഇപ്പോൾ ഇതാ ഇത്തരമൊരു ഘട്ടമാണ് വന്നിട്ടുള്ളത്. രാജ്യത്തെ തന്നെ ഫെഡറൽ തത്വ ലംഘനത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. ഭിന്നിച്ചു നിൽക്കരുത്. കേരളത്തിന് ഒന്നിച്ചു നിൽക്കാനാകണം. നിങ്ങൾ സഹകരിക്കണം. ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചർച്ച ചെയ്യാം, നമുക്കൊന്നിച്ചു നീങ്ങാം. അത് പറഞ്ഞത് ഈ മന്ത്രിസഭയാണ്. കേരളത്തിന് വേണ്ടി സർക്കാർ പറഞ്ഞതാണ്. എന്താ പ്രതികരണം? നിങ്ങളുമായി ഒരു യോജിപ്പുമില്ല. ആരാ പറഞ്ഞത്? പ്രതിപക്ഷ നേതാവ്. ഇതാണ് മനോഭാവം. നമ്മെ തകർക്കാൻ കേരള വിരുദ്ധ മനസ്സോടെ നീങ്ങുന്ന കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന BJPയുടെ അതേ മനസ്സ് കോൺഗ്രസിന് വന്നിരിക്കുന്നു. അതേ കേരള വിരുദ്ധ മനോഭാവം കോൺഗ്രസിന് വന്നിരിക്കുന്നു. മറ്റൊന്നാലോചിച്ച് നോക്കൂ. ഇപ്പം ഇവിടുത്തെ പാർലമെന്റ് അംഗം ആരിഫ് ഇരിക്കുന്നുണ്ട്. കേരളത്തിൽ 20 ലോക്സഭാംഗങ്ങളാണല്ലോ. അതിൽ 18 പേര് UDFന്റെ അംഗങ്ങൾ. ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ UDF എംപിമാരിൽ ഏതെങ്കിലും ഒരാൾ കേരളത്തിന് വേണ്ടി ശബ്ദിച്ചോ? കേരളത്തിന്റെ പ്രശ്നങ്ങൾ ഉയർത്തിയോ? കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണനയ്ക്കും വിവേചനക്കുമെതിരെ ശബ്ദിച്ചോ? അവർക്ക് പറ്റുന്നില്ല. കാരണം കോൺഗ്രസ് നേതൃത്വം BJPയുടെ മനസ്സ് സ്വീകരിച്ചിരിക്കുന്നു. നമ്മുടെ കേരളത്തിന്റെ ശബ്ദം തന്നെ മങ്ങിപ്പോയില്ലേ? പാർലമെന്റിൽ മതനിരപേക്ഷതയൊക്കെ വെല്ലുവിളിക്കപ്പെടുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ ശബ്ദം വലിയ തോതിൽ ഉയരുന്നതല്ലേ? ഈ 20-ൽ 18 നിശബ്ദ പാലിച്ചപ്പോ മങ്ങിപ്പോയില്ലേ? അത് വേറൊരു ഭാഗം. എന്നാൽ
നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഇവർ ബഹിഷ്കരിക്കുന്നു എന്ന് വന്നപ്പോൾ ജനങ്ങൾ ഇതെല്ലാം നേരത്തെയുള്ളതിന്റെ ഭാഗമായിട്ട് തന്നെ കണക്കുകൂട്ടി. ഇനി ഇത് പൊറുക്കാനാകില്ല എന്ന നിലയിലാണ് ജനങ്ങൾ. എനിക്കെന്റെ നാട് പ്രധാനമാണ്, നാടിന്റെ ഭാവി പ്രധാനമാണ്, അതിനായി നവകേരള സദസ്സിലേക്ക് എത്തിച്ചേരുന്നു എന്ന വികാരത്തോടെയാണ് പതിനായിരങ്ങൾ ഓരോ നവകേരള സദസ്സിലും എത്തുന്നത്. അത് തീർച്ചയായും നമ്മുടെ നാടിന്റെ ഭാവി സുരക്ഷിതമാണ് എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഒരുമയോടെ ഐക്യത്തോടെ നീങ്ങുന്ന ഒരു ജനതയുള്ള നാടിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഏത് പ്രതിസന്ധിയെയും അത്തരമൊരു നാടിന് അതിജീവിക്കാനും കഴിയും. ഇവിടെ കൃത്യമായൊരു സന്ദേശം ഈ പങ്കെടുക്കുന്ന പതിനായിരങ്ങൾ സംസ്ഥാന സർക്കാരിന് നൽകുകയാണ്. നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ, ഞങ്ങൾ കൂടെയുണ്ട്. അതാണ് ആ സന്ദേശം. അതിനെ നന്ദി നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പി. ശിബു കരുനാഗപ്പള്ളി തഹസിൽദാരെ ക്ഷണിക്കുന്നു.